ഹ്യൂസ്റ്റൺ വോയിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഇന്ന് അതിഥിയായിട്ട് വന്നിരിക്കുന്നത് ഫിലാഡൽഫിയയിലുള്ള ജോയ് ചായനാണ്. ജോയ് ചായനെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഈ വീഡിയോയിൽ ചോദിച്ചറിയാം. നമുക്ക് പ്രത്യേകമായിട്ട് അറിയേണ്ടത് ജോയ് ചായൻ്റെ കുടുംബചരിത്രവും ചെറുപ്പകാലത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന അനുഭവങ്ങളും അമേരിക്കയിലുള്ള അനുഭവങ്ങളുമാണ്. വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. വെൽക്കം മിസ്റ്റർ ജോയ് ചായൻ. താങ്ക് യു സുനി. ജോയ് ചാൻ, അപ്പം ഞാൻ ജോയ് ചാനെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് പ്രധാന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ജോയ് ചാൻ എവിടെയാണ് ഇന്ത്യയിൽ ജനിച്ചത്, സ്കൂൾ വിദ്യാഭ്യാസം, ഹൈസ്കൂൾ വിദ്യാഭ്യാസം, കോളേജ് വിദ്യാഭ്യാസം, അത് കഴിഞ്ഞുള്ള ജോലിക്കുള്ള ഒരു സ്ട്രഗിള്, അന്നത്തെ കാലത്ത് ഇതൊരു 50s ആയിരിക്കും അല്ലെങ്കിൽ 60s അപ്പോൾ അതിനുവേണ്ടി പഠിച്ച കാര്യങ്ങൾ, അച്ചായനെ വ്യക്തിപരമായിട്ട് സ്വാധീനിച്ച ആൾക്കാർ, നാട്ടിലുള്ള അച്ചായനെ അറിയപ്പെടുന്ന വ്യക്തികൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നത്, കേരളത്തിലെ മന്ത്രിസഭകൾ, ഇന്ത്യ രാജ്യത്തെ കാര്യങ്ങൾ, പിന്നെ എങ്ങനെ അമേരിക്കയിലെത്തി എന്നുള്ളതാണ്. അപ്പോൾ സ്വാഗതം, നമുക്ക് തുടങ്ങാം. ഓക്കെ സനി. അച്ചായൻ, അപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞു തുടങ്ങാം. സനി, ഞാൻ ജനിച്ചത് റാന്നിയിലാണ്. റാന്നി കരിങ്കുറ്റി എന്ന് പറയും ഞങ്ങളുടെ ആ പർട്ടിക്കുലർ സ്ഥലത്തിന്. റാന്നിയിലുള്ള ഒരു പ്രൈമറി സ്കൂളിലാണ് എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം ആരംഭിച്ചത്. അവിടെ എൻ്റെ ഫാദറാണ് എന്നെ കൊണ്ട് ചേർത്തെന്ന എൻ്റെ ഓർമ്മ. ശരി. കണ്ണാടിക്കൽ എന്ന് പറയുന്ന ഒരു സാറായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഹെഡ് മാസ്റ്റർ. സാറിൻ്റെ 2 മക്കൾ ഞങ്ങളുടെ ടീച്ചേഴ്സായിട്ട് ഉണ്ടായിരുന്നു. ഞാൻ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 1.5-2 മൈൽ കാണും, നടന്നാണ് പോകാനും. ആ ഏരിയയിൽ നിന്ന് കുറച്ച് കുട്ടികൾ ഞങ്ങളുടെ കൂടെ പോകുന്നവരുണ്ടായിരുന്നു. അങ്ങനെ പ്രൈമറി സ്കൂള് അവിടെ കഴിഞ്ഞു. മിഡിൽ സ്കൂള് കുറച്ചുകൂടെ അടുത്ത് ഹൈസ്കൂൾ അടുത്ത് തന്നെയാണ് മിഡിൽ സ്കൂള്. പിന്നെ മിഡിൽ സ്കൂളിൽ പോയി, അത് അടുത്തായിരുന്നു, ഇച്ചിരി അടുത്തായിരുന്നു. മണി അടിക്കുമ്പോൾ അങ്ങോട്ട് ഓടിക്കേറി. ഹൈസ്കൂൾ അടുത്തായിരുന്നു. സോറി, മിഡിൽ സ്കൂൾ അല്പം ദൂരമാണ്. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ പേരൻസിനെ പറ്റി അറിയാനുള്ള ഒരു ആഗ്രഹം. പേരൻസൊക്കെ ആരൊക്കെയായിരുന്നു, അവരുടെ ഓർമ്മകൾ? എൻ്റെ പേരൻസിനെ കുറിച്ചുള്ള ഓർമ്മ പറഞ്ഞാൽ, എൻ്റെ മദർ എൻ്റെ കുഞ്ഞിലെ മരിച്ചു പോയതാണ്. എനിക്ക് അന്ന് 9 വയസ്സ് പ്രായമേ ഉള്ളൂ. എൻ്റെ ഇളയ അനിയൻ്റെ ഡെലിവറി സമയത്തോട് ചേർന്നാണ് മദർ മരിക്കുന്നത്. ഡെലിവറി കഴിഞ്ഞൊരു 30 ദിവസം കഴിഞ്ഞപ്പോൾ മദർ മരിച്ചു. എൻ്റെ വേറെ ദിവസം എൻ്റെ ഇളയ ബ്രദറും ഒരു സിസ്റ്ററും ഉണ്ടായിരുന്നു. ഇത് ഞാൻ 4ാമത്തെ കുട്ടിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറേ സ്ട്രഗിളൊക്കെ ആയി. ഞങ്ങൾ 4 കൊച്ചു കുഞ്ഞുങ്ങൾ. ഫാദറിന് അങ്ങനെ അന്നത്തെ കാലത്ത് പ്രത്യേക ജോലിയൊന്നുമില്ല, വരുമാനമൊക്കെ കൃഷിയും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഫാദറിന് വേറെ കല്യാണം കഴിക്കാതെ നിവർത്തിയില്ല. മനസ്സിലായി. എൻ്റെ മാവിയും എൻ്റെ ഫാദറിൻ്റെ മദർ ഒക്കെയാണ് എന്നെ ഇങ്ങനെ ഞങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിക്കൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ താമസിയാതെ ഫാദർ വിവാഹം കഴിച്ചു. ആ കൂട്ടത്തിലും മക്കളായി. അങ്ങനെ എൻ്റെ എന്തോ പറയുന്നേ, ചെറുപ്പകാലം ഇങ്ങനെയുള്ള ഒരു സ്ട്രഗിളിൽ കൂടെ ഒക്കെയാ പോയത്. അതെ, സഹോദരങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ പഠിച്ചു. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ബ്രദർ സിസ്റ്റേഴ്സ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ 3 ആൺപിള്ളേര്. അല്ല, ഞാൻ 3ാമത്തെ സിസ്റ്റർ, 4ാമത്തേത് ബ്രദർ. അതെ, അല്ല, മൂത്തത് ഞാൻ. ഞാനാ മൂത്ത. എനിക്ക് അതേ മതി. എനിക്ക് അന്ന് 9 വയസ്സേ ഉള്ളൂ. അപ്പൊ ഇളയ പിള്ളേരെയൊക്കെ വളർത്തിയതൊക്കെ അവരെല്ലാം ഇങ്ങനെ എളിയെ കൊണ്ട് നടന്ന് വളർത്തിയതും വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും. അപ്പൊ എനിക്കങ്ങനെ ഒരു യൗവനം എന്ന് പറയത്തക്ക പോലെ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫുൾ ലൈഫ് സ്ട്രഗിളാണ്. തുടങ്ങിയപ്പം മുതലേ സ്ട്രഗിളിലൂടെ പോയത്. അവിടെ നിന്ന് മെഡിക്കൽ സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിലായി. മെഡിക്കൽ സ്കൂൾ കഴിഞ്ഞപ്പോൾ മുതലേ ഫാദർ പറയുന്നത്, നീ പഠിക്കണ്ട, എന്നെ കൂടെ ഒക്കെ സഹായിച്ചാൽ മതി, നീ പഠിക്കണ്ട, പിന്നെ പിള്ളേരെ നോക്കണം, വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ മേടിക്കാനും എല്ലാ കാര്യങ്ങളുടെയും ചുമതല എനിക്കാണ്. പക്ഷേ പഠിക്കാനുള്ള ഒരു എൻകറേജ്മെന്റ് എനിക്ക് കിട്ടിയത് ഞങ്ങളുടെ ചുറ്റുപാടുമായിട്ട് 1, 2, 3 ഞങ്ങൾ താമസിക്കുന്ന തൊട്ടടുത്തായിരുന്നു ഞങ്ങളുടെ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ താമസിച്ചിട്ടുണ്ട്. ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ താമസിച്ചിട്ടുണ്ട്.
ആ ഹെഡ്മാസ്റ്ററുടെ ഒരു പ്രേരണയുണ്ടായിരുന്നു. ശരി. പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ വരുന്ന ഞങ്ങളുടെ ഒരു ഫാമിലിപ്പെട്ട ഒരു സാറ് ഞങ്ങളുടെ ഒരു ടീച്ചറായിരുന്നു. വേറെ 2-3 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ ഒരു പ്രസൻസും അവരുടെ ഒരു പ്രോത്സാഹനവും എന്നെ പഠിപ്പിക്കണം മുന്നോട്ട് പഠിക്കണം. അത് ശരി. എനിക്കും അങ്ങനെ എങ്ങനെയെങ്കിലും ഒന്ന് ഹൈസ്കൂൾ പാസ്സാകണം, നാട് വിടണം. അതായിരുന്നു എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം. പഠിക്കുന്ന സമയത്ത് അച്ഛൻ ഏത് സബ്ജക്റ്റിനോടായിരുന്നു കൂടുതൽ താല്പര്യം? മലയാളമാണോ, ഇംഗ്ലീഷ് ആയിരുന്നോ, അങ്ങനെ എന്തെങ്കിലും, ഹിന്ദി, അങ്ങനെ എന്തെങ്കിലും? ഹിന്ദിയും ഇംഗ്ലീഷും ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കണക്കും മലയാളവും വലിയ പ്രയാസമില്ലായിരുന്നു. മലയാളമൊക്കെ അന്ന് എഴുതിയാൽ എൻ്റെ പേപ്പർ ടീച്ചേഴ്സ് അവിടെ ക്ലാസ്സിൽ വായിച്ച് കേൾപ്പിക്കും. ഇങ്ങനെയാണ് നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു, നല്ല അവതരണം. കുഴപ്പമില്ലായിരുന്നു അന്നൊക്കെ. പക്ഷേ എന്നെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. എൻ്റെ സ്വന്തം കഴിവിലോ അല്ലെങ്കിൽ എൻ്റെ ഉത്സാഹത്തിലാണ് ഞാൻ അത്രയൊക്കെ ചെയ്തത്. ശരി. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, സ്കൂളിലൊക്കെ പോകുമ്പോഴും സമയത്തൊന്ന് പോകാൻ വേണ്ടിയിട്ടൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു. മനസ്സിലായി. ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ സ്കൂളിൽ എല്ലാ ദിവസവും പോകുമായിരുന്നു, അതോ ചില ദിവസമൊക്കെ ആഴ്ചയിൽ പോകാതൊക്കെ? ഇല്ല, സ്കൂളിൽ ഞാൻ ഒരിക്കലും മുടക്കത്തില്ലായിരുന്നു. വീട്ടിൽ നിന്ന് തന്നെ ആ സമയത്തേക്ക് എനിക്ക് ഒരുങ്ങി പോകാൻ പറ്റിയില്ലെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലും ഓടിപ്പോയി സമയത്ത് അങ്ങ് ചെല്ലത്തൊക്കെ പോലെ ഞാൻ സ്കൂളിൽ എങ്ങനെയെങ്കിലും ഞാൻ സ്കൂളിൽ ചെന്ന് പറ്റുമായിരുന്നു. പക്ഷെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഹോംവർക്ക് ചെയ്യാനും പഠിക്കാനും ഉള്ള സാഹചര്യങ്ങളില്ല. പക്ഷെ ബുക്കൊക്കെ ഉണ്ടല്ലേ? ബുക്കൊക്കെ അന്ന് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അന്ന് ഈ ഇലക്ട്രിസിറ്റി ആയിട്ട് കാര്യങ്ങളും ഒന്നും ഉള്ള സമയമല്ലല്ലോ. ഇത് ഞാൻ ജനിച്ചത് 1941 41 ജനുവരി. ഒരു കാപ്പി എടുത്ത് കുടിച്ചോ, ഓരോ കപ്പ്. പോസ് ചെയ്തോ? ഇല്ല, അത് കുഴപ്പമില്ല. കടിങ്ങ ചുമന്ന ബട്ടൺ വരുമ്പോഴാണ് കടിങ്ങ. ഓക്കെ. അപ്പോൾ അച്ഛൻ അപ്പം മദറിനെ പറ്റി നല്ല ഓർമ്മകളില്ല സത്യത്തില്? വലിയ ഓർമ്മയില്ല എനിക്ക്. മദറിന് ഇതുപോലെ എന്തുവാ ലൂസ് മോഷനൊക്കെ ആയിട്ട് അന്ന് ഈ ഹോസ്പിറ്റലിലൊക്കെ എളുപ്പം പോവുകയല്ല. നമുക്ക് ഈ വൈദ്യന്മാരൊക്കെ ഉണ്ട് വീട്ടിൽ ശുശ്രൂഷിക്കുന്നു. ഞാനത് ഓർക്കുന്നുണ്ട്. രാത്രിയിൽ പോയി വൈദ്യനെ വിളിച്ചുകൊണ്ട് വരുന്നതും വെളുക്കുന്നിടം വരെ വൈദ്യനെ കൂടിരുന്ന് മരുന്നിങ്ങനെ മാറി മാറി കൊടുക്കുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആയുർവേദം പോലുള്ള കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവർ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ശരി. വെളുപ്പിനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്ന ഓർമ്മയുണ്ട് എനിക്ക്. അപ്പൊ ഡയറി ആയിരുന്നു ശരിക്കും പ്രശ്നം. അത് മരണകാരണം അല്ല സത്യത്തിൽ ഇന്നത്തെ കാലത്ത്. അതെ, ഒരു ഡയറിയ മാത്രമായിരുന്നു. മനസ്സിലായി. അല്ലാതെ അതങ്ങനെ ഡയറിയ കൺട്രോൾ ഇല്ലാതായി കഴിഞ്ഞപ്പോഴേ വെളുപ്പിനെ അവർ ജലാംശം കുറയുന്നതിന്റെ ഒരു ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയി. അന്നേരം എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞേന്ന് പറയുന്ന അതിപ്പോഴും ഞാൻ ഓർക്കുന്നു. ശരി. അത് കഴിഞ്ഞ് എനിക്കൊന്ന് പിറ്റേ ദിവസം ഡെഡ് ബോഡി വരുന്ന കൊണ്ടുവരുന്ന ഓർമ്മയും എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ആംബുലൻസോ കാറോ ഒന്നും ഇല്ലല്ലോ, എല്ലാം പിടിവണ്ടിയിലോ ചൂടായിട്ടൊക്കെ കൊണ്ടുവരുത്തുള്ളൂ. അതൊക്കെ ആയിരുന്നു. അതെ. എനിക്കൊന്ന് എടുത്തുകൊണ്ട് വരുമായിരുന്നു. അത്രയും ദൂരമില്ല ആശുപത്രി. അന്ന് 6 പാലമില്ലായിരുന്നു, 6 കടക്കണമായിരുന്നു. അങ്ങനെ ഒരു മല്ലപ്പള്ളിക്ക് പോകുന്ന സൈഡിൽ 6 കിടക്കണം അല്ലേ? റാന്നി കവലയിലോട്ട് പോകാൻ. റാന്നി അക്കരയാ ഹോസ്പിറ്റൽ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലേ ഉള്ളൂ. അപ്പൊ മദറിനെ പറ്റി പറഞ്ഞു, ഫാദറിനെ പറ്റി പറഞ്ഞു. മദറിന്റെ വീട് എവിടെ ആയിരുന്നു സത്യത്തില്? മദറിന്റെ വീട് റാന്നി തന്നെയാ. തച്ചനാലിൽ നിന്നാണ് അവരുടെ വീട്ടുപേര്. റാന്നിയിൽ നിന്ന്. അവിടെയായിട്ട് അച്ഛന് ഇപ്പോഴും ബന്ധവും പരിചയമൊക്കെ? എനിക്ക് ഈ മദർ മരിച്ചു കഴിഞ്ഞ് അത്രയും പോക്കുവരവ് കുറഞ്ഞു. പക്ഷേ എനിക്ക് എല്ലാവരെയും അറിയാം. മദറിന്റെ ഫാമിലിയിലുള്ള എനിക്ക് 1-2 നമ്മുടെ അച്ഛന്മാരുണ്ട്. ഇങ്ങനെ ചിലരെയൊക്കെ എനിക്ക് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്. എൻ്റെ അമ്മാച്ചന്മാരും അമ്മയുടെ അനിയത്തി ഇപ്പോഴും ജീവിച്ചിരിപ്പോ 100 വയസ്സോളം ആകാറായി. ശരി. അന്ന് മർത്തമ്മ പള്ളി തന്നെയായിരുന്നു? അതാണ് റാന്നി കരിങ്കുറ്റിപ്പള്ളി. ഞങ്ങളുടെ വീട്ടുപേര് തന്നെയാ പള്ളിയുടെയും പേര്. എൻ്റെ വല്യപ്പന്മാരെല്ലാം കൂടിയൊക്കെ ഉണ്ടാക്കി കരിങ്കുറ്റി. ശരി. ഇപ്പോഴും അച്ഛനൊക്കെ ഉള്ള പള്ളിയാ? അന്നേ അച്ഛനുള്ള പള്ളി. അന്നേ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് അടുത്ത 2 സ്ഥലത്ത് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനാ പോകുന്നത്. ശരി. അന്ന് മുതലേ വലിയ പള്ളിയാണ്. ഇത് 1940-45 വർഷങ്ങളിലല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാ? അതെ. അത് ശരി. അന്നും ഈ സഭയുടെ ഒക്കെ കാര്യങ്ങൾ ഇത്രയും ആത്മീയമായിട്ടും ഒക്കെ ഉണ്ട് കാര്യങ്ങൾ? ഉണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ആക്ച്വലി ഒരു കപ്പിയാൻ, ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ പള്ളിയിലൊക്കെ പോവുകയും നടുവായി കയറുകയും. വല്യപ്പച്ചന് എഴുത്തും വായനയൊക്കെ അറിയാമായിരുന്നത് കൊണ്ട് മധുവായിലൊക്കെ കയറുമായിരുന്നു. ഞങ്ങളെ ഓലയിലൊക്കെ എഴുതി തന്നതൊക്കെ വല്യപ്പച്ചനാണ്. വല്യപ്പച്ചന് ഒത്തിരി വയസ്സ് എന്നാ മരിച്ചത്. 113 വയസ്സുണ്ടായിരുന്നാ പറയുന്നത് മരിക്കുമ്പോൾ.
അപ്പോൾ അന്ന് ബൈബിളൊക്കെ വീടുകളിലുണ്ടോ അതോ? ബൈബിളുണ്ട്. ബൈബിൾ എല്ലാ വീടുകളിലും ഉണ്ട്, മലയാളത്തിലുള്ള ബൈബിളുണ്ട്. ഉണ്ട്. ആഹാ. അന്ന് ഈ മാരാമൺ കൺവെൻഷനൊക്കെ പോകുന്നതായിട്ട് ഓർമ്മയുണ്ടോ? മാരാമൺ കൺവെൻഷൻ ഞാൻ അപ്പച്ചൻ എന്നെ ഒന്ന് കൊണ്ടുപോയ ഓർമ്മയുള്ളൂ. അന്നൊന്നും അത് അന്ന് യാത്ര വലിയ പ്രയാസം, അത്ര വലിയ ബുദ്ധിമുട്ടായിരുന്നു. തന്നെയല്ല എന്നെ അങ്ങനെ വിടത്തില്ല. എങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ നിന്ന് പോകാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. മനസ്സിലായി. ഇത് പള്ളിയിലെ കാര്യങ്ങൾ അപ്പോൾ എല്ലാ ഞായറാഴ്ച മാത്രം ഒരു ദിവസത്തെ വർക്കേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് സൺഡേ സ്കൂളായിട്ടൊക്കെ എന്തെങ്കിലും ഉള്ള ഏതെങ്കിലും ഇട ദിവസങ്ങളിൽ എന്തെങ്കിലും അത്രയൊന്നും ഇല്ല. ആക്ടിവിറ്റി ചർച്ച ആ ദിവസമേ ഉള്ളൂ. അതേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും എനിക്ക് തോന്നുന്ന ഈ ഏരിയ പ്രയർ പോലെ എന്തോ അതിനെ പറയുന്നത് കുടുംബ ഏതാണ്ടൊരു പ്രയർ മീറ്റിംഗ്. ഇവർ വലിയ പ്രായമുള്ളവരാണല്ലോ വീടുകളിൽ വരും. അതെ, ഓരോ വീടുകളിൽ വെച്ചാൽ പെട്രോൾ മാക്സ് ആണോ അതോ വീടുകളിൽ? പെട്രോൾ മാക്സ് ഒക്കെയാണ്. അത് എല്ലാ വീട്ടുകാർക്കും ഈ പെട്രോൾ മാക്സ് ഒന്നും ഇല്ല. ഓടിയാനൊക്കെ വിളക്കിനകത്തൊക്കെയാണ്. അപ്പൊ അന്ന് ഈ ടോർച്ചൊന്നും ഇല്ലല്ലോ, ഈ ചൂട്ടുകാറ്റൊക്കെ രാത്രിയിലെ പോകണമെങ്കിൽ. എന്റെ കുഞ്ഞിലെ റാന്നി ലൈറ്റ് ഒന്നും വന്നിട്ടില്ല. ഇല്ല, റാന്നി പട്ടണത്തിലെ വന്നിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട് അത് വരുന്നത്. ഓ ശരി. എൻ്റെ ഒരു പാറിന്റെ ജ്യേഷ്ഠന്റെ മകന് അവിടെ കടയൊക്കെ ഉണ്ടായിരുന്നു, സ്വർണ്ണക്കട, ജൗളിക്കട. അവരുടെ കടയിൽ ഇങ്ങനെ ലൈറ്റ് ഇടാൻ വേണ്ടി എല്ലാം ശരിയാക്കി ഞാൻ അവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെ ആദ്യമായിട്ട് റാന്നിക്കാരായിട്ട് വരുന്നുണ്ട്. എനിക്ക് അവർ ഓർമ്മയുണ്ട്. ഓ അത് ശരി. അപ്പൊ ഈ ആറിന്റെ ഈ തീരത്താണല്ലോ റാന്നി പട്ടണമേ? അതെ അതെ, പമ്പാ നദി. പമ്പാ നദിയുടെ എത്ര ദൂരമുണ്ട് റാന്നി പട്ടണത്തിൽ നിന്ന് ആറ്റിനഴിയിൽ? ഞങ്ങൾ താമസിക്കുന്നത് അതുമായിട്ട് ഒരു 2 മൈൽ കഷ്ടിച്ച് കാണും. പക്ഷെ അച്ഛൻ നീന്തൽ അറിയാം? ഇല്ല, എന്നെ വെള്ളത്തിലെങ്കിലും വിടത്തില്ല, പേടിയായിരുന്നു. പക്ഷെ അടുത്തുള്ളവർക്കെല്ലാം അറിയാം. അവരെല്ലാം മീൻ പിടിക്കാനൊക്കെ പോകുന്നതായിട്ട് ഓർമ്മ. പിള്ളേരൊക്കെ ഈ എന്തോ പറയുന്നത് വാഴ വെട്ടിയിട്ട് ചങ്ങാടമൊക്കെ വെള്ളം കയറി വരുമ്പോൾ അതിനകത്തോട് ഇങ്ങനെ കളിച്ച് നടക്കുകയൊക്കെ ചെയ്യും. ഞാനിങ്ങനെ വെളിയിൽ നോക്കി നിൽക്കുകയുള്ളൂ. എനിക്ക് അടി കിട്ടും നടന്നാൽ. ശരി. ഫാദറിനെ പറ്റിയുള്ള ഓർമ്മകൾ എന്തുവാ സത്യത്തിൽ അച്ഛന്? ഫാദറിനെ പറ്റി എന്നെ ഇങ്ങനെ പെടലിക്ക് എടുത്തോണ്ട് വെച്ച് കൊണ്ട് നടക്കുന്ന ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ അച്ചായൻ അന്ന് നീണ്ട തലമുടിയൊക്കെ ഉണ്ട്. തലമുടിയെ പിടിച്ച് ഇങ്ങനെ കാൽ രണ്ടും കൂടെ തോളത്ത് വെച്ച് എടുത്തോണ്ട് വീട്ടിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുടുംബത്ത് കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുപോകും. അത് ആ ഒരു ഓർമ്മയൊക്കെ ഉണ്ട്. അന്ന് ഈ ഉടുപ്പ് ഒന്നും ഇല്ലല്ലോ, അന്ന് എല്ലാം തോർത്തല്ലേ? അതെ അതെ. സ്കൂളിൽ പോയത് ഓർമ്മയുണ്ടോ? തോർത്തെടുത്തോണ്ടാണോ? അല്ലല്ല, ഞാൻ നിക്കറുണ്ടായിരുന്നു, പക്ഷെ ഷർട്ടില്ല. അന്ന് സ്കൂളിൽ പോകുമ്പോൾ ഷർട്ടുണ്ട്. ഷർട്ടുണ്ടോ എന്ന് എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷേ കാരണം ഞാൻ ഈയിടെ ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ അവർക്ക് ഒരു 68 വയസ്സ് 7 വയസ്സുണ്ട്. അവരന്ന് പെങ്കൊച്ചാണ്. അച്ചായൻ്റെ തോർത്ത് കൊടുത്തുകൊണ്ട് ആ സ്കൂളിലോട്ട് പോയെന്നാണ് ആദ്യത്തെ ദിവസം പറയുന്നത്. എല്ലാവരും ഇവന് സാർമാർ പോലും അണ്ടർവെയർ ഇടാതാണ് വരുന്നത്. ആ കാലത്ത് ഇല്ലായിരുന്നു, മനസ്സിലായില്ലേ? അപ്പം വളരെ ലിമിറ്റഡ് ആയിരുന്നു തുണികളൊക്കെ. ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ജ്യേഷ്ഠന്റെ മക്കള്, അവർക്ക് ഈ ജവിളിക്കട സ്വർണ്ണക്കടയൊക്കെ ഉണ്ട്. അവരുടെ വീട്ടിൽ 2-3 മെഷീനൊക്കെ ഉണ്ട്. ഈ തയ്യക്കാരിരിക്കും. അപ്പൊ ഈ നിക്കറൊക്കെ അവിടുന്ന് തയ്ച്ചിട്ട് നിക്കറ് കൊണ്ട് ഞാൻ നാട് വിടുന്നിടം വരെ നിക്കറാവും എനിക്ക്. അതുകൊണ്ട് മുണ്ടെടുക്കാൻ ഇപ്പോഴും അറിയത്തില്ല. ഇല്ല, ഈവൻ ഞാൻ പഠിക്കുമ്പോൾ പോലും SB കോളേജില് പ്രീ ഡിഗ്രിക്ക് നിക്കറിട്ടുകൊണ്ട് വരുന്ന പിള്ളേരുണ്ടായിരുന്നു. കാരണം ഇച്ചിരി സൈസിലൊക്കെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഹൈസ്കൂളിൽ നിന്ന് വരുമ്പം നേരെ ആ നിക്കറിൽ തന്നെ വരുന്ന പിള്ളേരുണ്ടായിരുന്നു. ഇപ്പം എല്ലാം പാൻസായി പോയി. അതെ അതെ, അത് കാലഘട്ടങ്ങൾ. ഞാൻ പാൻറ് ഇടുന്നത് ആദ്യം കേരളം വിളുമ്പഴ ആ സമയത്ത് പാൻറ് ചെരുപ്പിടുന്നത്. എക്സാക്ട്ലി. അന്ന് ആ റാന്നിയിലുള്ള ഏറ്റവും ഹൈ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടാവുന്ന ഹൈസ്കൂളാണ്. അതിൽ കൂടി ഒന്നും അവിടെ ഒന്നും കിട്ടാനില്ല. അല്ലെ കോളേജിൽ പോകണേല് നമുക്കന്ന് പത്തനംതിട്ടയോ ചെങ്ങന്നൂരോ എങ്ങാനും പോകണം. ശരി. അപ്പൊ ഈ ആറന്ന് കിടക്കുന്നത് ചങ്ങാടത്തിലാണ്? വള്ളമുണ്ട്. മല്ലപ്പള്ളിക്കൊക്കെ വരണമെന്നുണ്ടെങ്കിൽ മല്ലപ്പള്ളി പോകുന്ന റൂട്ട് വേറെ ഉണ്ട് ഞങ്ങൾക്ക് ഈ അക്കരെ കയറി പോകേണ്ടത് എവിടോട്ടാണെന്ന് എനിക്ക് തന്നെ. കോഴഞ്ചേരിക്കായിരിക്കും. കോഴഞ്ചേരിയിലും പാലം കയറാതെ പോകാം. അപ്പം പിന്നെ ശരി. അപ്പൊ നിങ്ങൾ അപ്പുറത്തെ സൈഡിലാണ്, ആറിന്റെ ഇപ്പറേ. ഓക്കെ. അങ്ങോട്ട് പോകുന്ന വല്ല സീതത്തോട് ഭാഗത്തോട് അല്ല കിഴക്കോട്ട് പോകണമെങ്കിൽ റാന്നി അത്തിക്കയം. എനിക്ക് വാസ്തവത്തിൽ ഞാൻ റാന്നി ജീവിച്ചെങ്കിലും എന്റെ 18ാമത്തെ വയസ്സ് ഞാൻ റാന്നി വിട്ട. എനിക്ക് റാന്നിയെ കുറിച്ച് ഒത്തിരി ഒന്നും ഇപ്പറയായിരുന്നു. മനസ്സിലായി. ഞങ്ങൾ കരിങ്കുറ്റി, പേട്ടച്ചന്ത, ഈ ഒരു സ്ഥലം ഇട്ടിയപ്പാറ, മറ്റേത് ആറ്റനക്കര എന്ന് പറയും. ഹൈസ്കൂൾ ആറ്റനക്കരയായിരുന്നു. ഇപ്പറേ ഒരെണ്ണം ഉണ്ടായിരുന്നു. ഈ ഒരു ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉണ്ട് റാന്നിയിലെ.
അവിടെ എൻ്റെ ഒരു കൂട്ടുകാരന് ജോലി കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു ഗൾഫിൽ മാത്രം ഞാൻ റാന്നി വരെ ഒരു തവണ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ റാന്നി കണ്ടിട്ടില്ല. റാന്നി നല്ല റോഡും ഒന്നുമില്ല. എൻ്റെ കൊച്ചിയിലെ ഒരു വലിയ പാടാണ്. പക്ഷെ അന്ന് വെണ്ണിക്കുളത്തൊക്കെ വരാൻ എങ്ങനെയായിരുന്നു? വെണ്ണിക്കുളം ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇല്ല. അച്ഛനപ്പോൾ അന്ന് ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത ഒരു സ്ഥലം കോഴഞ്ചേരി വരെ പോയിട്ടുണ്ട്. കോഴഞ്ചേരി. എൻ്റെ അപ്പച്ചൻ്റെ കൂടെ എൻ്റെ ഒരു മാവി അവിടെ താമസമുണ്ടായിരുന്നു. കോഴഞ്ചേരി, റാന്നി കോഴഞ്ചേരി വരെ എനിക്ക് അത്രേ അറിയത്തുള്ളൂ. ഇപ്പോഴും നാട്ടിലെ ഏത് സ്ഥലം ചോദിച്ചാലും അതുകൊണ്ട് എനിക്ക് ഒരു പിടിയുമില്ല. മനസ്സിലായി. അപ്പോൾ അച്ഛൻ അന്നത്തെ കാലത്തെ കല്യാണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കുടുംബസമേതമാണ് എല്ലാവരും പോകുന്നത്. കല്യാണം കഴിഞ്ഞ് നടന്ന് പോയി തിരിച്ചു വരുന്നത്. എന്നാൽ എന്തെങ്കിലും ഒരു ഓർമ്മകളുണ്ടോ ഏതെങ്കിലും കല്യാണത്തിന്? കല്യാണം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇതുപോലെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ജ്യേഷ്ഠൻ്റെ അവരുടെ മക്കളുടെ കല്യാണത്തിനും അതൊക്കെ അന്ന് നടന്നിട്ടുള്ളൂ. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അവരുടെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. എല്ലാവരുടെയും ഒന്നും ഇവരുടെ പിള്ളേരുടെ ഒക്കെ നടന്നു പോയി. എല്ലാവരും വീട്ടുകാർ വരുന്നതും തലേ ദിവസം എല്ലാം സാപ്പാടുണ്ടാക്കുന്നതും. അന്നൊക്കെ വീട്ടിലെ ഒരു പശുവിനൊക്കെ വീടുകളിലാണല്ലോ എല്ലാവരും. അത് ഞങ്ങളുടെ ഈ ഫാദർ അവരെല്ലാം അവിടുത്തെ ഒരു നേതാക്കന്മാരുടെ രീതിയിലായിരുന്നു. മനസ്സിലായി. അതായത് അവിടെ എന്തെങ്കിലും അങ്ങനെ ഒരു അടിപിടിയോ ഒരു കേസോ എന്തെങ്കിലും വന്നാൽ അവരെയാ വിളിക്കുന്നത്. മനസ്സിലായി. അവരെ വിളിച്ചിട്ട് അവരാണ് ഇതിന്റെ പറഞ്ഞു തീർക്കുന്നത്. അവര് പറഞ്ഞു എല്ലാം അവര് പറഞ്ഞു തീർത്താല് അതിനപ്പുറത്താരും പിന്നെ ചോദിക്കാനും പറയാനും ഒന്നും അങ്ങനെ ഒരു. ഞാൻ ഈയിടെ ഇതുപോലെ ഒരു ചോദിച്ചപ്പം അവരുടെയും വല്യപ്പച്ചൻ ഇതുപോലെ തടി മരം വെട്ടിയിട്ട് കഴിയുമ്പോഴാണ് ചിലർക്ക് തർക്കം വരുന്നത്. സഹോദരന്മാർ തമ്മിലായിരിക്കും. അങ്ങനെയൊക്കെയുള്ള തർക്കം വരുമ്പം അദ്ദേഹം വന്ന് പറയും ആ തടിയുടെ ഏത് പാർട്ട് ആര് കൊണ്ടുപോകണം, ഏത് പാർട്ട് ആര് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഇന്ന ആളുടെയാണ് എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ട്. അത് അവർ കൽപ്പിച്ചാൽ പിന്നെ ഇതങ്ങനെയായിരുന്നു. എൻ്റെ ഗ്രാൻഡ് പേരൻസ് അവരുടെ മക്കൾ അവർ കുറേ പേരുണ്ടായിരുന്നു. എല്ലാം ആമ്പിള്ളേരായിരുന്നതുകൊണ്ട് അവിടുത്തെ ഒരു ഇതെല്ലാം പറഞ്ഞു തീർക്കുന്നവരാ. മനസ്സിലായി. ചുറ്റുപാടുള്ളതിലേ ഇപ്പം ക്രിസ്ത്യാനികളായിരിക്കും നിങ്ങൾ അവിടുത്തെ കുടുംബങ്ങളല്ല. എന്നാൽ മറ്റ് സഭാമതങ്ങളെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. റാന്നിയിലെ അമ്പലങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഓർമ്മകളുണ്ടോ? അമ്പലം ഉത്സവങ്ങൾ എല്ലാം ഉണ്ട്. മുസ്ലിമും ഉണ്ട്. ആ കാലത്തുണ്ട്. മുസ്ലിംസ് ഉണ്ട്, നായന്മാരുണ്ട്, പെലേറുണ്ട്. എല്ലാ ജാതിക്കാരും ഞങ്ങളുടെ ആ സമയത്ത് ആ ഏരിയ ചുറ്റുപാടിലുണ്ട്. ഇവരോടെല്ലാം ഞാൻ ഇടപെട്ടിട്ടുമുണ്ട്. സ്കൂളുകളിലും ഉണ്ട്. അവരെല്ലാം സ്കൂളുകളിലും ഉണ്ട്. അങ്ങനെയുള്ളൊരു മിക്സഡ് കമ്മ്യൂണിറ്റി ആയിരുന്നു. യാതൊരു ഹേറ്റ്രഡ് ഒന്നും എല്ലാവരും ഒന്നിച്ചാ ഞങ്ങളുടെ എല്ലാ ആഘോഷങ്ങളും ഓണോ എല്ലാത്തിനും. ഓണമൊക്കെ വരുന്ന ഉടനെ എന്നെ അവരെ കൊച്ചമ്മേന്നാ വിളിക്കുന്നത്. ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോകും. ഉണ്ണാൻ വരണമെന്നും അവരിങ്ങോട്ട് വിളിക്കുക, അങ്ങോട്ട് പോകും. അങ്ങനെയുള്ള ഊഞ്ഞാലും ആട്ടവും കൊരവിതുള്ളിലും എന്തോ അങ്ങനെയുള്ള പരിപാടിയൊക്കെ അവിടെ എന്തുവാ പറയുന്നത് ഇതൊക്കെ നടക്കും അവിടെ. ശരി. അടുത്തുള്ള അമ്പലം ഏതാണെന്ന് വെച്ചാൽ ഓർമ്മയുണ്ടോ? ഇന്നൊന്നും അത്ര അമ്പലങ്ങളൊന്നും അവിടെ എനിക്ക് തോന്നുന്നു. അവരെ ക്ഷേത്രങ്ങളിൽ പോകുന്നതിനെ പറ്റി ഒന്നും അറിയില്ല. അതിനെ കുറിച്ചൊന്നും അറിയില്ല. ശബരിമലയെ പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. റാന്നി കൂടെ ശബരിമല പോകുന്നത്. എക്സാക്ട്ലി. അതുകൊണ്ട് അയ്യപ്പന്മാരുടെ ഈ ശരണം വിളി അന്നെല്ലാം നടന്നാണല്ലോ. എവിടുന്ന് വന്നാലും റാന്നി കൂടെ അവര് 40 ഇത് ഇടുമ്പോൾ ഇത് വിറ്റത് മാല ഇടുന്നതൊക്കെ വെച്ചാൽ ഓർമ്മയുണ്ടോ? ഈ വാഴപ്പിണ്ടിയൊക്കെ വെച്ച്. ഞാൻ അതിനൊന്നും കണ്ടിട്ടൊന്നുമില്ല. കേട്ടിട്ടുണ്ട്. എന്നാ തുമ്പി തുള്ളലോ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ഇല്ല. ശരി. അച്ഛന് ഈ മർത്തമാസഭയിലായിരുന്നല്ലോ അന്ന്. ഈ മറ്റു സഭകൾ ഓർത്തഡോക്സുകാരും CSIക്കാരും ഒക്കെ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? അവിടെ കനാനാക്കാരുടെ ഒരു നല്ല സെന്ററാണ് റാന്നി. എക്സാക്ട്ലി. അവിടെ കനാനാക്കാരുടെ ഒരു വലിയ പള്ളിയുണ്ട് അവിടെ. റാന്നിയിലെ ഒരു വലിയൊരു പള്ളിയാണ്. അവരുടെ മെയിൻ അന്ന് വയലായി എടുക്കള എന്നൊക്കെ പറയുന്ന MLA ഒക്കെ ഞങ്ങളുടെ സമയത്തായിരുന്നു. റാന്നിയിലെ MLA അദ്ദേഹമായിരുന്നു. ഇപ്പൊ രാജു എബ്രഹാം കേട്ടിട്ടുണ്ടോ? രാജു എബ്രഹാം എബ്രഹാമിന്റെ ഫാദറും മദറും എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആയിരുന്നു. രാജു എബ്രഹാം ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം ഇവിടെ വരുമ്പോ കാണാറുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. എന്നെ അറിയത്തില്ല. ഞാൻ തമ്മിൽ അങ്ങനെ കണ്ടിട്ടുമില്ല. ഇത്രയും മാത്രം അറിയാം. എവിടുത്തെ ആണെന്ന് അറിയാം, പേരൻസിനെ അറിയാം. ഓക്കെ. അപ്പോൾ അച്ചായൻ നമ്മളിപ്പോൾ അച്ചായൻ്റെ ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടി ഫാമിലിയിൽ. എക്സാക്ട്ലി അച്ചായനിപ്പോൾ പറഞ്ഞതനുസരിച്ച് മാതാവിനെയും പിതാവിനെയും ഗ്രാൻഡ് പേരൻസിനെയൊക്കെ നല്ല ഓർമ്മകളുണ്ട്. പക്ഷെ അവരെല്ലാം അവിടെ തന്നെ റാന്നി തന്നെ ഉണ്ടായിരുന്നവരാണോ? അവരെവിടുന്നേലും വന്നവരാണെന്നുള്ള എന്തെങ്കിലും ഐതിഹ്യമുണ്ടോ? ഇവരെല്ലാം വെളിയിൽ നിന്ന് വന്ന. എവിടെ നിന്ന് വന്നതായിരിക്കും? എൻ്റെ മദർ ഏറത്ത് വീട്ടുകാരെന്നാണ് എൻ്റെ ഫാദർ പറയുന്നത് കേട്ടു. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അത്ര അറിയത്തില്ല. ഏറത്ത് കുടുംബം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ. മദറിന്റെ പേരൻസ് ഒക്കെ മദർ പെരുന്നാടെന്ന് പറയുന്ന സ്ഥലം. റാന്നി പെരുന്നാട്.
അപ്പം ഗ്രാൻഡ് ഫാദർ എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. ഏറത്തെന്ന് പറയുന്നത് എവിടെയാണെന്നതിനെ കുറിച്ച് എനിക്ക് അത്ര അറിയത്തില്ല. അവര് ചേട്ടാനിയന്മാർ 3 പേരായിരുന്നു ഗ്രാൻഡ് പേരൻസ്. അവർ വന്ന റാന്നി ഏരിയ മുഴുവൻ വെട്ടിപ്പിടിച്ചു. വനമായിരുന്നു. ഇപ്പോഴും അവിടെ വന്ന് എനിക്ക് പ്രായമായി കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം കരിമ്പും തോട്ടങ്ങളും ഇങ്ങനെയുള്ള കൃഷികളാണ്. 6 സൈഡാണ്. ഒരുപാട് സ്ഥലം. എൻ്റെ ഗ്രാൻഡ് ഫാദർ മാത്രം അങ്ങനെ അദ്ദേഹത്തിന് ഈ പള്ളിയുമായിട്ടൊക്കെ ഉള്ള ബന്ധമായിരുന്നു. മനസ്സിലായി. ഈ സ്ഥലങ്ങളൊന്നും വെട്ടിപ്പിടിച്ച് അങ്ങനെ കൂടുതലായിട്ടൊന്നും സമ്പാദിക്കാൻ പോയില്ല. മറ്റ് 2 ഏട്ടന്മാര് ശരിയായിട്ട് സമ്പാദിച്ച് വലിയ കെട്ടിടങ്ങളും ഒക്കെ പണിന്ന് പ്രാവും കൂടും കാര്യങ്ങളും ഒക്കെ മതിലും ഒക്കെ കെട്ടി അങ്ങനെ പ്രമുഖന്മാരായിട്ട് അവർ കഴിഞ്ഞു. എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്തോ എനിക്കറിയത്തില്ല, ഞാൻ ചോദിച്ചിട്ടുമില്ല. ഒരു ഒതുങ്ങിക്കൂടിയൊക്കെയാണ്. അതുപോലെ പള്ളിയുമായിട്ടുള്ള ശുശ്രൂഷയും കാര്യങ്ങളും ഒക്കെ ആയിട്ടായിരുന്നു അപ്പച്ചൻ്റെ ഒരു മെയിൻ ഫോക്കസ്. ഈ ചെറുപ്പത്തിൽ അച്ഛൻ്റെ വീട്ടിൽ പശുക്കളെ, ആടുകളെ, കാളയൊക്കെ ഉണ്ടായിരുന്നു. ഈ കാള എന്തിനാ പൂട്ടാനുള്ളതാണ്? കാളയെ വണ്ടിക്ക് ഉപയോഗിക്കുന്നതായിരുന്നു. വണ്ടി. പിന്നെ കാളയെ കുളിപ്പിക്കുക, തീറ്റ കൊടുക്കുക, അതിന് പുളിങ്കുരു എല്ലാം കഞ്ഞി വെക്കുക, അങ്ങനെയുള്ള പരിപാടി. കളവണ്ടി ഇല്ല. കളവണ്ടി ഉണ്ടായിരുന്നു. വീട്ടിൽ കളവണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടി എവിടെയൊക്കെ പോകുമായിരുന്നു, ഓർമ്മയുണ്ടോ? അവിടുന്ന് റാന്നി അങ്ങോട്ടും ഇങ്ങോട്ടും. വേറെ ഇതൊന്നും റാന്നിയിലെ മെയിൻ ഞങ്ങളുടെ അവിടെ ഒരുപാടിപ്പെട്ടവർക്കൊക്കെ ഉണ്ട് ഈ കാളവണ്ടി എല്ലാവർക്കും ആ സമയത്ത്. ഓക്കെ ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം. പറഞ്ഞു. റാന്നിയില് അന്നത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ അതൊരു ഹരമായിരുന്നു എനിക്ക് തോന്നി കാളവണ്ടി. നല്ല കാളെ കൊണ്ടുവന്നിട്ട് അടിച്ച് ഇങ്ങനെ പഴപ്പിച്ചൊരു പോക്കും. പക്ഷെ അന്ന് റോഡ് മെറ്റലൊന്നും അല്ലല്ലോ. റോഡ് മെറ്റൽ കുഴിയാ. മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വലിയ പാടാ. ഈ ചക്രം ചള്ളി ചവിട്ടി കൊടുക്കണമായിരിക്കും. വലിയ പാടാ. അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് കിടന്ന് അവർ കഷ്ടപ്പെടുന്നവരെ. അതെ അതെ, കാളകളും ശരിക്കും കഷ്ടപ്പെടും. അടിച്ച് അതിന്റെ കണ്ണിലൊക്കെ മുളകൊക്കെ പൊട്ടിച്ചൊക്കെ വലിയ ഉപദ്രവം അവർ അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ നല്ല കാളമാരെ കൊണ്ടുവരിക അതിനായിട്ട് വീട്ടിൽ ചാട്ടയിരിക്കുന്നതായിട്ട് ഓർമ്മയുണ്ടോ? ആ ഉണ്ട്. ചാട്ട ഇങ്ങനെ ഇങ്ങനെ എന്തോ വാരിക്ക് ഇങ്ങനെ കുത്തി വെച്ചേക്കുന്ന ഓർമ്മയുണ്ട്. അത് വെച്ച് പിള്ളേരെ അടിക്കുമായിട്ടോ? അങ്ങനെ ഞങ്ങൾക്ക് അടിയൊന്നും കിട്ടിയില്ല. അടി കിട്ടിയിട്ടില്ല, വഴക്ക് കേട്ടിട്ടില്ല. ഒന്ന് കണ്ണു വഴപ്പിക്കുമ്പോൾ പേടിയായിരുന്നു. മനസ്സിലായി. അപ്പൊ അച്ഛൻ നമ്മൾ ആ കാലഘട്ടത്തിലെ സത്യം പറഞ്ഞാൽ ഒട്ടും പരിഷ്കൃതമല്ലാത്ത ഒരു റാന്നി ആയിരുന്നു സത്യത്തിൽ അച്ഛനൊക്കെ ജീവിച്ചിരുന്ന കാലം. ഇലക്ട്രിസിറ്റി പോലും ഇല്ല. ഇലക്ട്രിസിറ്റി ഇല്ല. പക്ഷെ റേഷനൊക്കെ അരിയൊക്കെ എവിടുന്നാ വന്നോണ്ടിരുന്നത്? വീട്ടിൽ കുത്തി നെല്ല് കുത്തുന്നതായിട്ട് ഓർമ്മയുണ്ടോ? ഉണ്ട്. അരി നെല്ല് പുഴുങ്ങുന്നതും ഉണക്കുന്നതും കുത്തുന്നതും ഒക്കെ ഓർമ്മയുണ്ട്. ഈ കപ്പ അന്നും ഉണ്ടോ? കപ്പ ഇഷ്ടം പോലെ ഉണ്ട്. അതിങ്ങനെ വാട്ടി ഇങ്ങനെ ഉണക്കി വെക്കുക. പിന്നെ ഓല മടഞ്ഞ് കുതിർത്ത് അവിടെ എല്ലാം ഓലയാ. അത് ഓല കെട്ടുന്ന ദിവസമൊക്കെ ഓർമ്മയുണ്ടോ? ഓല കെട്ടുന്ന ഒരു വലിയ ഉത്സവമാണ്. എല്ലാവരും വീട്ടുകാരും കൂടെ വന്നിട്ട് വന്നൊരു വലിയ ഊണും ഒരു ബഹളമാണ്. അതെ അതെ, അന്ന് ഈ കറ്റയൊക്കെ എറിഞ്ഞു കൊടുക്കുന്നതൊക്കെ. പക്ഷെ എനിക്ക് അധികം നീളമൊന്നും ഇല്ലായിരുന്നുകൊണ്ട് ആക്ടിവിറ്റി ഇല്ല. എന്നെ ഇതിനകത്തു നിന്നൊക്കെ അങ്ങ് മാറ്റി. ഇതെല്ലാം അപ്പന്മാർ അവർ വലിയ കുറെ വായൊക്കെ ഉണ്ട് അവർക്ക്. ഈ കല്യാണമോ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് അവരുടെ വായും ബഹളവും ഞങ്ങളെ പിള്ളേരെയൊക്കെ അങ്ങ് മാറ്റും. മനസ്സിലായി. എനിക്കങ്ങനെ ഈ പിള്ളേരെ ആരേ ഉള്ളൂ, അല്ലാതെ യൗവനമായിട്ടുള്ള അങ്ങനെയുള്ള ലൈഫൊന്നും എനിക്ക് ഇല്ലായിരുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞു വന്നപ്പോൾ അച്ഛൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ഒരു നിലപാടുകൾ എങ്ങനെയായിരുന്നു? ചുരുക്കി പറഞ്ഞാല് ഒരു 2-3 ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഒരു സെക്കൻഡ് മദർ. പിന്നെ അത് ഒരു ഇച്ചിരി സ്റ്റോറിയാ. കാര്യം സെക്കൻഡ് മദർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സിറ്റുവേഷൻ ഒക്കെ ചേഞ്ച് ആയി. പുള്ളിക്കാരി ചെറുപ്പമായിരുന്നു, അവർക്കും കുഞ്ഞുങ്ങളായി. അവർ 3-4 കുഞ്ഞുങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴേ എൻ്റെ അനിയന്മാരുടെ പഠിത്തമൊക്കെ ഉഴപ്പി. മനസ്സിലായി. അവർക്കൊക്കെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കോൺസെൻട്രേഷൻ മാറും, എല്ലാം പോയി. മൂത്തത് ഞാനായിരുന്നു. ഞാൻ 10ാം ക്ലാസ് പാസ്സായപ്പോഴേ ഞാൻ നാട് വിട്ടു. അപ്പൊ അങ്ങനെ വന്നപ്പോ പിന്നെ അവരൊന്നും അങ്ങനെ പറയാതെ പോകുമായിരുന്നോ? അതോ അച്ഛൻ? അല്ലല്ല, അതെല്ലാം പറഞ്ഞ കാര്യം. ഞാന് ഹൈസ്കൂൾ കഴിഞ്ഞപ്പോഴേ എന്നോട് പിന്നെ അവിടെ പഠിക്കാൻ മറ്റു മാർഗമൊന്നും. മലയാളം മീഡിയം ഹൈസ്കൂൾ തീർന്നു. അന്ന് അവിടെ ഇംഗ്ലീഷ് മീഡിയം ഒന്നും ഇല്ല. ഞാൻ ആ 10ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് 4 ക്ലാസ്സേ അന്ന് പഠിച്ചിട്ടുള്ളൂ. അതെ, അല്ലാതെ ഇംഗ്ലീഷ് ഒന്നും പഠിക്കാനുള്ള സാഹചര്യമൊന്നും ഇല്ല. അന്ന് പഠിക്കാവുന്ന ഏക ഒരെണ്ണം ടൈപ്പ് പഠിക്കുക. അതാണ്. എൻ്റെ മാവി ഫാദറിന്റെ സിസ്റ്റർ, ഇളയ സിസ്റ്റർ കോഴഞ്ചേരിയിലുണ്ടായിരുന്നു. അപ്പൊ മാവൻ അവിടെ പരിചയമുള്ള ഒരാള് ടൈപ്പിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. അപ്പൊ മാവിനോട് പറഞ്ഞു, നീ ഇങ്ങി വാ, ഇവിടെ വന്ന് താമസിച്ച് ടൈപ്പ് പഠിക്കുക. അപ്പൊ ഞാൻ അവിടെ പോയി മാവിയുടെ കൂടെ 1 വർഷം താമസിച്ച് ടൈപ്പ് പഠിച്ചു.
അത് പഠിച്ചപ്പോഴും ഇത്രയൊന്നും ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല. പിന്നെ ASDF ഒക്കെ ASDF ഒക്കെ അടിച്ചിങ്ങനെ പഠിച്ചപ്പോൾ അവരുടെ അടുത്ത് ഈ മാവിയുടെ വീടിന്റെ തൊട്ടടുത്തൊരു ഫാമിലി ഉണ്ടായിരുന്നു. അവരുടെ ഒരു മോൻ അന്ന് ബോംബെയിൽ റെയിൽവേ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ അവിടുത്തെ അമ്മച്ചിയെ കൂട്ടുപിടിച്ച് അമ്മച്ചി എങ്ങനെയെങ്കിലും എന്നെ മോനോട് പറഞ്ഞ് ഇവിടെ നിന്നൊന്ന് എനിക്കൊന്ന് പോകണം, നാട് വിടണം, ഇവിടെ നിന്നാൽ ഒരു ഗതിയുമില്ല, എങ്ങനെയെങ്കിലും ഞാൻ പുള്ളിക്കാരിക്ക് കൂടെ എഴുതി അവിടെ ഒരു ബന്ധവുമില്ല. ഞങ്ങൾ താമസിക്കുന്ന മാവിയുടെ വീടിന്റെ അടുത്തുള്ള നെയ്ബറാണ്. ബോംബെ ജോലി അവർക്ക്. അവരുടെ മകന് ഒരാള് ബോംബെയിലുണ്ട്. പക്ഷെ അന്നും ബോംബെ പറ്റി കേട്ടിട്ടുണ്ട്. അന്ന് ബോംബെയേ ഉള്ളൂ. ബോംബെ കൽക്കട്ടായി 2 സ്ഥലം കേട്ടിട്ടുണ്ട്. ഞങ്ങൾ അവിടുന്ന് കൽക്കട്ടയ്ക്ക് ഒരാൾ പോയിട്ടുണ്ട്. റാന്നിയിൽ നിന്ന് വെളിയിൽ പോയിട്ടുള്ള 1-2 പേരേ ഉള്ളൂ. റാന്നിയിൽ നിന്ന് പോയത് ആക്ച്വലി 2 പേരേ ഉള്ളൂ. കൽക്കട്ടയ്ക്ക് പോയിട്ട് മനസ്സിലായി. വേറെ ആരും എങ്ങും വെളിയിൽ പോയിട്ടില്ല. ഞാൻ ഈ മാവിയോട് പറഞ്ഞ് ആ സ്ത്രീയെ ഹെൽപ്പ് ചെയ്ത് മോനോട് പറഞ്ഞ് ഒരു കാര്യത്തിലും സമ്മതിക്കില്ല, ഇത് ഒരു റിസ്ക് എടുക്കുകയല്ലേ. ലാസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഭോപ്പാലിലോട്ട് മാറിയപ്പോഴേ അയാളോട് പറഞ്ഞ് എന്നെ കൊണ്ടുപോകാൻ അയാൾ എഗ്രി ചെയ്തു. ഭോപ്പാലിനാ. ഓ ശരി. അങ്ങനെ 1959 ജനുവരി 2 ഞാൻ ഭോപ്പാലിൽ പോകാൻ വേണ്ടി റെഡിയായി. ഞങ്ങളുടെ അന്നത്തെ ഭോപ്പാലിലെ ചരിത്രം വരുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, അപ്പോൾ അച്ഛൻ പറഞ്ഞു ഹൈസ്കൂൾ കഴിഞ്ഞു ടൈപ്പിന് പോയി. അന്ന് അച്ഛൻ കോഴഞ്ചേരി താമസിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ്. അതെ, ഒരു വർഷം അവിടെ പഠിച്ചു. ഒരു വർഷം വീട്ടിൽ വന്നു. അന്ന് ഈ ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലത് കുട്ടികളുടെ എല്ലാ ടൈപ്പ് റൈറ്ററും ബിസി ആയിരുന്നോ അന്നത്തെ കാലത്ത്? അതോ ഒരു മെഷീനോ 2 മെഷീനൊക്കെ ഉള്ളോ? അതോ 2-3 മെഷീനോ? അത് നല്ല മെഷീൻ ഒന്നുമില്ല. എല്ലാം കട്ടത് സ്റ്റക്കായി നിൽക്കുന്നത്. അപ്പം അച്ഛൻ ടൈപ്പിംഗ് പഠിച്ചു, ഒരു സ്പീഡായി, ഒരുമാതിരിയൊക്കെ പഠിച്ചു. ഒന്നും ആയിട്ടില്ല. ഇല്ല, പരീക്ഷ എഴുതിയില്ല. ഒന്നുമില്ല, പരീക്ഷ എഴുതിയില്ല, അതിനായിട്ടായിട്ടുമില്ല. ഇല്ല, സ്റ്റെനോഗ്രാഫി ഇല്ല. സ്റ്റെനോഗ്രാഫി അന്ന് ഉണ്ട്, പക്ഷെ അതിന് പോയി. അത് പഠിക്കാൻ വെറും ടൈപ്പിംഗ് മാത്രം. ടൈപ്പിംഗ് സ്റ്റെനോഗ്രാഫി ആകുമ്പോൾ ഇച്ചിരി പൈസ ആവുമല്ലോ. പൈസയാവും, അത് തന്നെ. പക്ഷെ അന്നും ഉണ്ട് കോഴഞ്ചേരിയില്ല 50s. ഇത് തെക്കേമലയാ, കോഴഞ്ചേരി തെക്കേമല ആയിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട്. മല്ലപ്പള്ളിയിലുണ്ടോ എന്ന് ഓർമ്മയുണ്ടോ? അറിയത്തില്ല എനിക്ക്. മല്ലപ്പള്ളിയുമായിട്ട് അറിയത്തില്ല. അപ്പം അച്ഛൻ നാട് വിടുന്നതിന് മുമ്പ് കുടുംബ പശ്ചാത്തലം, അച്ഛൻ മൂത്ത ആളായതുകൊണ്ടും വീട്ടിലെ പ്രാരാബ്ദം കൊണ്ടും ഒക്കെ ഒന്ന് നാട് വിട്ടാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം കൊണ്ട് അച്ഛൻ തന്നെ ഇനിഷ്യേറ്റീവ് ചെയ്തെടുത്ത ഒരു യാത്രയായിരുന്നു. അത് എൻ്റെ ഇനീഷ്യേറ്റീവ് ആയിരുന്നു. ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് അവർ ചെല്ലാൻ പറഞ്ഞു. പിന്നെ ഈ കുടുംബത്തെ എല്ലാവരോടും, ഫാദറിനോട് പറഞ്ഞപ്പം എല്ലാവരോടും പറഞ്ഞു. എല്ലാവർക്കും വലിയ സന്തോഷമായി. എന്നെ വിടാൻ വേണ്ടിയിട്ട് 50 രൂപ എവിടെയെങ്കിലും ഉണ്ടാക്കണം. ഫാദർ ഒരു കണക്കിന് 50 രൂപ ഉണ്ടാക്കി. അത് വേറെ ഫാദറിന്റെ ഒരു അനിയൻ വന്നത് കടം വാങ്ങിച്ചോണ്ട് പോയി. നിന്റെ മോൻ പോകാൻ നേരം കൊണ്ടുതരാമെന്നും പറഞ്ഞു. അത് വന്നില്ല. അന്ന് ഞങ്ങളുടെ ഇടവവികാരിയായിരിക്കുന്നത് നമ്മുടെ കാലം ചെയ്ത ഐറേനിയസ് വലിയ തിരുമേനിയായിരുന്നു. തിരുമേനിക്ക് അച്ചപ്പട്ടം കിട്ടി ഞങ്ങളുടെ പള്ളിയിൽ ആദ്യത്തെ സർവീസ്. അപ്പൊ ആദ്യത്തെ ഇടവ വികാരി. അപ്പൊ അന്ന് തിരുമേനി അച്ഛനായിരുന്നപ്പോ ഞാൻ സാധാരണ കൂട്ടുകിടക്കാനും എപ്പോഴും അവിടെ പോവുകയും പേഴ്സണേജ് ഞങ്ങളുടെ വീടുമായിട്ട് വളരെ അടുത്ത മനസ്സിലായി. തിരുമേനി അന്ന് മുതലേ എനിക്കറിയാം. അച്ഛൻ ആയപ്പം മുതൽ തിരുമേനി അന്നേരം ഇറങ്ങി ഇങ്ങോട്ട് വരാനുള്ളേ ഉള്ളൂ. എന്നെ യാത്രയക്കാൻ വന്നാ എന്നു ചോദിച്ചാൽ അവറാച്ച എന്നാ ഒരു വെപ്രാള, അവറാച്ചനൊരു എന്തോ ഒരു വിഷം. അത് അച്ഛോ ഇതുപോലെ മോനും പോകാനുള്ള പൈസ എൻ്റെ ഇന്നാരും മത്തിച്ച മാച്ചുകൊണ്ട് പോയി, അവൻ ഇതുവരെ ഇങ്ങ് വന്നില്ല, കൊണ്ട തരേണ്ടത്. അത് അന്നേരം ഞാൻ തരാം അച്ഛൻ പറഞ്ഞു. അച്ഛൻ ഉടനെ തന്നെ കൊണ്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് ഉപ്പാപ്പൻ പൈസയും കൊണ്ട് വന്നു. അന്ന് ആ യാത്ര ട്രെയിനിനല്ലേ തുടങ്ങുന്നത്? അത് എവിടുന്നാ തുടങ്ങുന്ന ട്രെയിൻ? അന്ന് ഞങ്ങൾക്ക് ചെങ്ങുന്ന് വഴിയൊന്നും ട്രെയിനില്ല. ഇല്ല, അന്ന് പുനലു വഴി വേണം പോകാൻ. മധുരയ്ക്ക് ചെന്നിട്ടാ പോകുന്നത്. അതുവഴിയാണ് പോകേണ്ടത്. അത് ശരി. അപ്പൊ എന്നെ കൊണ്ടുപോകുന്ന ആള് എവിടാ സ്ഥലം? കൊല്ലത്തിന്റെ അടുത്ത ഒരു ആളാണ് ഈ ഭോപ്പാലിൽ നിന്ന് വന്നിട്ടുള്ളത്. ശരി. ആ ആളിന്റെ വീട്ടിൽ ചെല്ലണം. ശരി. അപ്പൊ ഞാൻ പോകുന്നതിന്റെ തലേദിവസം എൻ്റെ ഫാദറിന്റെ ജ്യേഷ്ഠന്റെ മോനൊരാൾ, ഏകദേശം എൻ്റെ പ്രായമുള്ള ഒരാളുണ്ട്, അവനെ ഭോപ്പാലിൽ ചെല്ലാൻ വേണ്ടി ഒരാൾ വിളിച്ചു. അപ്പോൾ അവനെ എൻ്റെ കൂടെ കൂട്ടി ഞങ്ങൾ 2 പേരെയും കൂടെ ചേർത്ത് പോകാൻ വേണ്ടിയിട്ട് റാന്നി ചെന്ന് 2 പാൻറ്റും തയ്പ്പിച്ച് അവിടെ ചെരുപ്പ് കുത്തിയുണ്ട്, അവിടെ ചെന്ന് ഒരു ജോഡി ഷൂവും കുത്തിച്ച്. ചെരുപ്പടയില്ല, കുത്തി ഉണ്ടാക്കി തരുന്നവരുണ്ട്. അവരെന്തോ അതിന് പറയുന്നത് ചെരുപ്പ് കുത്തികളുണ്ട്. ഒരു ഷൂവും ഇത് ഉണ്ടാക്കിച്ചു. ഒരു ചെറിയ കാലിപ്പെട്ടിയും വാങ്ങിച്ചു. തകരപ്പെട്ടി അതും വാങ്ങിച്ച് പഠിക്കാൻ ബസ് വരുന്ന സമയമായി. എല്ലാവരും കൂടെ അന്ന് വീട് നിറച്ച ആളുണ്ട്.
അന്നേരം ഓരോ രൂപ വീതം ഓരോ കളക്ഷൻ എടുത്ത് എല്ലാവരും തന്നതാ പോകാൻ നേരം. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഇനി 22 രൂപ എൻ്റെ കിട്ടി. മൈ ഗുഡ്നസ്. ഓക്കെ ഓക്കെ. അതിന് ഇന്നത്തെ ഒരു 1 ലാഖിന്റെ അപ്പന്മാരും വല്യപ്പന്മാരും അവരും എല്ലാം കൂടെ തന്ന അതും വാങ്ങിച്ചുകൊണ്ട് ബസ് പഠിക്കാൻ വന്നു. അതേ കയറി പോയി. അച്ചായനും എൻ്റെ ഫാദറും കൂടെ വന്നു. ഞങ്ങൾ അവിടെ നിന്ന് കൊല്ലത്തിയെന്നു. അന്ന് രാത്രി അവരുടെ വീട്ടിൽ സ്റ്റേ ചെയ്തു. ഞങ്ങളിപ്പം ഒരാൾ ചെല്ലുന്നിടന്ന് വാർത്ത 3 പേര് എന്ന് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർക്കത് ഇൻകൺവീനിയൻസ് ആണെന്ന് എനിക്കറിയാം. പിറ്റേ ദിവസം ഞങ്ങൾ പോവാ. അവിടെ നിന്ന് കൊല്ലത്ത് നിന്ന് ട്രെയിൻ കയറാൻ ചെന്നപ്പോഴേ ഇദ്ദേഹം റെയിൽവേയിലെ ഒരുമാതിരി പിടിപാടുള്ള ആളാണ്. ഫസ്റ്റ് ക്ലാസ്സിലാണ് പുള്ളി യാത്ര ചെയ്യുന്നത്. അപ്പം ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ഇരിക്കുക വന്ന് പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ പോരാമോ, ചപ്രാസിയാന്ന് പറഞ്ഞാൽ നിനക്ക് ടിക്കറ്റ് എടുക്കണ്ട. മനസ്സിലാവും. അപ്പം ഞാൻ പറഞ്ഞു അതിനെന്നാ. അവൻ ടിക്കറ്റ് എടുക്കണ്ട, കയറിക്കോളാൻ പറഞ്ഞു. എന്നാ പറ്റിയെന്ന് ചോദിച്ചാൽ അന്ന് അന്നത്തെ ട്രെയിന് പുള്ളി പോകേണ്ട ട്രെയിന് ക്യാൻസലായി. ജനതാ ട്രെയിനിലാണ് കയറേണ്ടി വന്നത്. അതിനകത്ത് ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സും ഒന്നുമില്ല. എല്ലാം ജനതാ കമ്പാർട്ട്മെന്റ് എല്ലാവരും കൂടെ ഒന്നിച്ചതി കയറി. പുള്ളിയും കയറി. അപ്പം പുള്ളിയുടെ അടുത്ത് ഞാനും പോയിരുന്നു. ഇതുപോലെ ഒറ്റയ്ക്ക് അങ്ങ് ഇരുന്നപ്പം പുള്ളി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇരിക്കല്ലേ കേട്ടോ, ഇരുന്നാൽ അവർക്ക് സംശയം വരും, നീ ചപ്രാസിയാന്ന് തോന്നത്തില്ല, കൊണ്ട് മാറിയിരിക്കണം. അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടായിരുന്നു. പക്ഷേ ട്രെയിൻ ഫുള്ളാ. അത് കഴിഞ്ഞ് ഞങ്ങൾ മദ്രാസിൽ വരെ ഇങ്ങനെ ഒന്നിച്ചാ പോയത്. അപ്പം ടിക്കറ്റ് എടുത്തില്ല. ആദ്യത്തെ യാത്ര അങ്ങനെ ഫ്രീ ആയി. അത് പക്ഷേ ആ ട്രെയിൻ മാറി കയറണ്ടേ? അവിടെ ചെന്നു. മദ്രാസിൽ ചെന്നു. മദ്രാസ് സെൻട്രിൽ ചെന്നിട്ട് സെൻട്രലല്ല ചെല്ലുന്നത്, ഇപ്പുറത്തെ വേറൊന്നുണ്ട്, എഗ്മോറിൽ ചെന്നിട്ട് പിന്നെ സെൻട്രിൽ പോകണം. സെൻട്രിൽ ചെന്ന് കയറി കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ ഫസ്റ്റ് ക്ലാസ്സിൽ കയറി, ഞാൻ 3rd ക്ലാസ്സിലും കയറി. ആരെങ്കിലും ചോദിക്കാന്നേ സാറ് ഫസ്റ്റ് ക്ലാസ്സിലുണ്ടെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ടിക്കറ്റ് ഇല്ലല്ലോ. അപ്പൊ എന്നെ വന്ന് TTR പിടികൂടി. മനസ്സിലായി. TTR പിടികൂടിയപ്പം എന്നെ പിടിച്ചിറക്കാൻ നേരം പുള്ളി ഇങ്ങനെ നോക്കുന്നുണ്ട് അതിനകത്തുനിന്ന്. അപ്പം അയാൾ ഇങ്ങനെ ഒന്ന് കൈ കാണിച്ചു. അപ്പം TT പിന്നെ കയറിയിരുന്നു. അങ്ങനെ ഭോപ്പാലിൽ ചെന്നിറങ്ങി. ആ യാത്രയില് ഫുഡൊക്കെ കിട്ടുന്നുണ്ടായിരുന്നോ വല്ലോ അറിയാവോ? അതിലൊന്നും കിട്ടത്തില്ല. ഇല്ല. പ്ലാറ്റ്ഫോമിൽ അവിടെ ഇറങ്ങിയതിലും വാങ്ങിക്കണം. പക്ഷെ ഈ ആന്ധ്രയൊക്കെ എന്ന് വെച്ചാൽ മടുപ്പായിട്ട് തോന്നിയിരുന്നു അന്ന് ആ യാത്രയിൽ? അന്ന് ഇതൊന്നും മടുപ്പൊന്നും അല്ലല്ലോ, എല്ലാം പുതുമയല്ലേ. നാട് വിട്ട് ആദ്യമായിട്ട് പോകുമ്പോഴ്. അപ്പൊ ഈ ബോംബെക്ക് ഭോപ്പാലിലോട്ടാണ് അച്ഛൻ പോകുന്നത്? ഭോപ്പാലിലോട്ടാണ് പോകുന്നത്. എനിക്ക് എത്ര 19ാമത്തെ വയസ്സ് തുടങ്ങുന്ന ദിവസം എന്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ഭോപ്പാൽ മെയിൻ സെൻട്രൽ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി. ഇവിടെ നമുക്ക് നിർത്താവേ. ഒരു ബ്രെഡോ ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞു. അങ്ങനെ ഭോപ്പാലിൽ വന്നു. അപ്പം അന്ന് കത്തിടപാടുകളൊന്നും ഇല്ല, ടെലിഗ്രാം ഉണ്ടായിരിക്കും. എങ്ങനെയാ വീട്ടിലോട്ടുള്ള എഴുത്താണ്? ഇൻലൻഡാണോ കവറാണോ അത് പോസ്റ്റ് കാർഡാണോ? ഇൻലൻഡും പോസ്റ്റ് കാർഡും ഒക്കെയാണ് അന്നുണ്ട്. എത്ര ദിവസം എടുക്കുമ്പോ അന്ന് കേരളത്തിൽ? എനിക്ക് തോന്നിയ 10 ദിവസമൊക്കെ എടുക്കും. ആ ട്രെയിൻ യാത്രയിൽ വെച്ചാൽ എന്തെങ്കിലും ബോറടിക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതുമ അറിയുന്നോ അല്ലെങ്കിൽ പരിചയപ്പെട്ട വ്യക്തികൾ എന്തെങ്കിലും അങ്ങനെ ഓർമ്മയുണ്ടോ? ട്രെയിനെ വെച്ച് ആരെയും പരിചയമില്ല. പിന്നെ ഭോപ്പാലിൽ എന്ന് കഴിഞ്ഞുള്ളപ്പോൾ ഈ കൂടെ പോയ സാറ് ഭോപ്പാലിൽ തന്നെ ഇറങ്ങിയോ? ഭോപ്പാലിൽ അദ്ദേഹം ബോംബെയിലായിരുന്നു. ബോംബെയിൽ നിന്ന് ഭോപ്പാൽ ബീന റെയിൽവേയിൽ ഒരു ഡബിളിംഗ് കൺസ്ട്രക്ഷൻ തുടങ്ങി. അദ്ദേഹം കൺസ്ട്രക്ഷന്റെ ട്രാപ്സ്മാൻ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സൂപ്പർവൈസറായിരുന്നു. ആ ഓഫീസിന്റെ ചാർജായിരുന്നു. അപ്പം ഞങ്ങളൊരു ജനുവരി 2-ാം തീയതി വീട്ടിൽ നിന്ന് പോയി 5-ാം തീയതി അവിടെ ചെന്ന് ഭോപ്പാലിൽ ഇറങ്ങി. ബേഡേല ചെല്ലുന്നത് 5-ാം തീയതി ചെന്നത്. അപ്പം തന്നെ റെയിൽവേ ക്വാർട്ടേഴ്സിലാണ് പുള്ളി. അപ്പം അങ്ങോട്ട് കയറിയാൽ മതിയല്ലോ. പുള്ളി അദ്ദേഹം അന്നേരം കല്യാണം കഴിച്ചിട്ടില്ല. അനിയൻ അന്ന് കൂടെ ഉണ്ട്. അപ്പോൾ എന്നോട് അവിടെ എവിടെയെങ്കിലും കിടക്കാൻ പോയി. പുള്ളിക്ക് ഒരു ബെഡുണ്ട്, ബാക്കി അവിടെ ചുമ്മാ കിടപ്പുണ്ട്, 2 മുറിയുണ്ട്. എൻ്റെ ഒരു ചൗക്കാളം അത് അതേ ഉള്ളു കയ്യില്. ഡിസംബറിൽ ജനുവരിയിലാണ് അന്ന് ഇറങ്ങുന്നത്. ആ കിടക്കുന്ന തണുപ്പത്താ ഭോപ്പാലിൽ ചെന്ന് ആ തറയെ കിടന്നതും ആ ഓർമ്മ ഒരിക്കലും കാരണം നാട്ടിൽ നിന്ന് എന്നാ കൊണ്ടുവന്നാലും ഭോപ്പാലിൽ അത് പറ്റത്തില്ല. അത് ഓർമ്മയുണ്ട്. പിറ്റേ ദിവസം തന്നെ എനിക്ക് ജോലിയായി എന്ന് പറഞ്ഞാൽ അദ്ദേഹം മെഷറോളി പേരെഴുതി. അച്ഛൻ ടൈപ്പിസ്റ്റായിട്ട് കയറുക അല്ല, ഓഫീസിലെ കലാശിയായിട്ട് ചപ്രാസിയായിട്ട് പറഞ്ഞു. അത് തന്നെയായിട്ട് കയറുക. അയാള് എന്ന് പറഞ്ഞാൽ എന്റെ പേര് അതിനകത്തങ്ങ് എഴുതി. അവർക്ക് അങ്ങനെ ഈ കാഷ്വൽ ലേബറായിട്ട് അവർക്ക് ആളുകളെ ഹയർ ചെയ്യാമല്ലോ. അവർക്ക് 1 രൂപ 50 പൈസ അന്നത്തെ ചാർജ് ഒരു മണിക്കൂർ അല്ല, ഒരു ദിവസത്തേക്ക്. ഒരു ദിവസം മനസ്സിലായി. 8 മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ 1 രൂപ 50 പൈസ. 1 രൂപ 50 പൈസ അതാണ് അന്നത്തെ ചാർജ്. പുള്ളി അന്ന് പേരെഴുതി. അന്ന് പോകണമെന്നൊന്നുമില്ല. അത് കഴിഞ്ഞ് എന്നെ അവിടെ കൊണ്ട് കാണിച്ചു.
അപ്പോൾ എന്തുവാ ബാബുജിക്ക് പാനിപ്പിലാവും. ഹിന്ദി മനസ്സിലായി. ഹിന്ദി അന്നൊന്നും അറിയത്തില്ലല്ലോ, ഇതൊക്കെ പതുക്കെ പഠിക്കണം, അതായിരുന്നു വലിയ പ്രോബ്ലം. പക്ഷെ ഭോപ്പാൽ ഇഷ്ടപ്പെട്ടു അച്ഛന്? ഭോപ്പാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഭോപ്പാലിൽ നിന്ന് പോരണമെന്നില്ലായിരുന്നു, അതുപോലെ ഇഷ്ടപ്പെട്ടു. ചായയൊക്കെ അവിടെ സബ്ജി ഒക്കെ അത് വലിയ കഥയാണ്. അതിപ്പം സെന്നി ഇത് പറയാൻ പറഞ്ഞു, അച്ഛൻ അറിയാവുന്നതെല്ലാം പറഞ്ഞു. ഭോപ്പാലിൽ ചെന്നപ്പോൾ നമുക്ക് ഫുഡിന്റെ ഒരു വലിയ പ്രോബ്ലം ഉണ്ട്. ഈ മനുഷ്യൻ ഹോട്ടലിൽ നിന്ന് ടിഫിൻ വരും. നമുക്കങ്ങനെ ഹോട്ടലിൽ പോയി കഴിക്കാനും എടുക്കാനും ഒന്നും റവന്യൂ ഇല്ലല്ലോ, അറിയത്തില്ല, കുക്ക് ചെയ്യാനും അറിയത്തില്ല. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ഞാൻ ഓർത്തട എങ്ങനെ ഹോട്ടലിൽ പോയി ഞാനും പുള്ളി കാണിച്ചു തന്നു. രണ്ടു നേരം കഴിച്ചപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് അവിടുത്തെ എണ്ണ ഇതുമെല്ലാം ആദ്യം ചെല്ലുമ്പോൾ ഇതൊന്നും പറ്റത്തില്ല, ഇച്ചിരി ബുദ്ധിമുട്ടായി. പിന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണം, അതിനുള്ള മാർഗങ്ങളൊക്കെ നോക്കി തന്നെത്താൻ ഉണ്ടാക്കാനൊക്കെ അതിനുള്ള അവിടെ ഒന്നും ഇല്ലല്ലോ, സാധനങ്ങളൊന്നും ഇല്ലല്ലോ. എവിടെങ്കിലും ഇനി ഇവിടെ നിന്ന് മാറണം, അതായിരുന്നു ഒരു ആഗ്രഹം. ബാച്ചിലേഴ്സ് എന്തെങ്കിലും താമസിക്കുന്നുണ്ട്. അന്ന് മലയാളികളൊക്കെ ഉണ്ടോ ഭോപ്പാൽ? അങ്ങ് ഇങ്ങൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം 60-കളിന് മുമ്പാ? 59-ലാണ്. അന്ന് ഹെവി ഇലക്ട്രിക്കൽസ് ഒന്നും ആയിട്ടില്ല, തുടങ്ങുന്നതേ ഉള്ളൂ. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 47, അത് കഴിഞ്ഞ് നെഹ്റു ഒക്കെ ആ പഞ്ചവത്സര പദ്ധതിയിൽ ഉണ്ടാക്കിയതാണല്ലോ BHLൊക്കെ. അപ്പോൾ ഈ ജോലി കഴിഞ്ഞിട്ട് അച്ഛൻ ടൈപ്പിങ്ങിലോട്ട് പിന്നെ വന്നോ എപ്പോഴേലും? അതോ ടൈപ്പിംഗ് വന്നു, ഞാൻ പിന്നെ ഓഫീസ് ക്ലർക്കായിട്ട് കയറി. എവിടെ? അത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. ഓ ശരി. ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന. ഓ നമ്മുടെ ഈ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണോ? അല്ല, ഇത് രണ്ടാ. ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇതെല്ലാം നടത്തുന്നതാണ് എക്സാം. ഇത് സ്കൂള് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. മിനിസ്ട്രി വരത്തില്ല, അവിടുത്തെ ഹൈസ്കൂള്, മിഡിൽ സ്കൂള്, പ്രൈമറി സ്കൂള്, ഇത് സ്കൂള് ഗവൺമെന്റ് സ്കൂളുകളുടെ ഗവൺമെന്റ് ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ. നമ്മുടെ സർട്ടിഫിക്കറ്റ് എല്ലാവരാണല്ലോ. അവരുടെ ഓഫീസിൽ ഞാൻ ടൈപ്പിസ്റ്റ് ആയിട്ട്. ഓഫീസ് എവിടെ ആയിരുന്നു ഭോപ്പാലില്? ഭോപ്പാലില് അമീദിയ ഹോസ്പിറ്റലിന്റെ അടുത്തായിരുന്നു. പലയിടത്തോട്ട് മാറി. അറിയാവുന്ന അറിയത്തില്ല, ഞാൻ 14 വർഷം ഭോപ്പാലിലുണ്ടായിരുന്നു. ഓ റിയലി? ഞാനും ഈ പറഞ്ഞ പോലെ ഞാൻ വേറൊരു ഫീൽഡിലായിരുന്നു. എനിക്കും കാഷ്യൽ ലേബേഴ്സ് ഉണ്ടായിരുന്നു. അന്ന് 9 രൂപയായിരുന്നു ഞാൻ കൊടുത്തിട്ട്. ഓ ശരി. അത് 1981 അന്നൊക്കെ വ്യത്യാസമാണ്. എനിവേ അച്ഛൻ പറഞ്ഞു. അപ്പം ഇത് ഹമീദിയ ഹോസ്പിറ്റലിന്റെ അടുത്തായിരുന്നു. അവിടെയൊക്കെ എന്തോ ഹിൽസ് ആണ് അത്. ഓക്കെ. അതാ എയർപോർട്ടിന് പോകുന്ന അടുത്തായിട്ടുള്ള ഭോപ്പാൽ. അന്ന് ഇത് എല്ലാം സ്റ്റേറ്റ് ആയിരുന്നല്ലോ, സെപ്പറേറ്റ്. ഛത്തീസ്ഗഡ് ഇല്ല അന്നും. അതായത് 56 ഇന്റഗ്രേഷന് സംസ്ഥാനങ്ങളുണ്ടാകും. ഇന്റഗ്രേഷൻ വന്ന നാഗപൂരൊക്കെ മധ്യപ്രദേശിന്റെ അണ്ടറിലല്ലേ? അതെ. അന്ന് ഭോപ്പാല് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഒന്നും ഭോപ്പാലില്ല. അത് കഴിഞ്ഞാണ് എല്ലാ ഓഫീസസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് 61 ന്യൂ സെക്രട്ടറി ബിൽഡിംഗ് എല്ലാം വരുന്നത്. അന്ന് ഭോപ്പാൽ ജോലി കിട്ടാൻ വലിയ പാടായിരുന്നു. എല്ലാം ഗോളിയർ, ഇൻഡോർ, ഇങ്ങനെ നാഗ്പൂര്, ഇങ്ങനെ. ഭോപ്പാൽ ഒരു വലിയ പ്ലേസ് അല്ലായിരുന്നു. ക്യാപിറ്റൽ ആയ പിന്നാണ് ഇങ്ങോട്ട് ഇൻഫ്ലക്സ് വന്നു. നവാബിന്റെ ഒരു ചെറിയ ഒരു പട്ടോടി ഇതായിരുന്നു. അങ്ങനെ അന്ന് ജോലി കിട്ടാൻ അതുകൊണ്ട് 1 വർഷം എനിക്ക് എടുത്തു. 1 വർഷം ഞാൻ ആ റെയിൽവേ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക്. ഈ അന്ന് കോളേജിലോട്ട് പിന്നെ പഠിക്കാൻ അങ്ങനെ പോയോ? സേഫിയ കോളേജോ അല്ലെങ്കിൽ അമീദിയ കോളേജോ? സേഫിയ കോളേജിലും അമീദിയ കോളേജിലും എൻ്റെ കൂടെ വന്നവരൊക്കെ പോയി. ഞാൻ ചെയ്തത് തന്നെ ഞാൻ പള്ളിയുടെ പുറകെ പോയി. പള്ളിയില അന്ന് മർത്തോപ്പള്ളി ഒന്നും ഇല്ലല്ലോ ഉണ്ടാക്കാൻ. ഞങ്ങൾ ചെന്നപ്പോൾ മുതൽ മർത്തോപ്പള്ളി ഉണ്ടാക്കാനുള്ള ആദ്യത്തെ ശ്രമം ചെയ്ത കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. ഈ അന്ന് ഇതുപോലെ ഈ MA ബ്രാച്ചൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ അവിടെ വന്നു. അച്ഛൻ്റെ കൂടെ ഒക്കെ കൂടി ഇങ്ങനെ പള്ളിയുമായിട്ട് ആളുകളെ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കോളേജിൽ ജോയിൻ ചെയ്തു. മനസ്സിലായി. ഞാനിങ്ങനെ ഇതിൻ്റെ കൂടെ പള്ളിയുടെ കാര്യത്തിലൊക്കെ നടന്ന് അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റ് എനിക്ക് വന്നു. പഠിക്കാൻ പോയില്ല. ആ ജോലിയുമായിട്ട് കണ്ടിന്യൂ ചെയ്തു. അത് എത്ര വർഷം ഭോപ്പാലിൽ? അങ്ങനെ 17 വർഷം ഭോപ്പാലുണ്ട്. 17. അപ്പം 75 ഒക്കെ 76 ഞാൻ ഭോപ്പാലിൽ നിന്ന് പോരുന്നത്. എങ്ങോട്ട് പോയി? ഇങ്ങോട്ട് വന്നത്. അപ്പം കല്യാണം അവിടെ വെച്ച് കഴിച്ചു. 8 വെച്ച് ഭോപ്പാൽ വെച്ച് കല്യാണം. അപ്പം ഭോപ്പാലിൽ ആ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ജോലിയായിരുന്നു. അത് പോരുന്നിടം വരെ അതായിരുന്നു. പെൻഷനൊക്കെ ഉണ്ടോ? അത് പെൻഷന്റെ സമയം ആകുന്നതിന് മുമ്പ് ഞാൻ അവിടെ നിർത്തി. കുറച്ച് നാളിലൂടെ നിൽക്കണമായിരുന്നു. അന്ന് ഭോപ്പാലില് ഈ കല്യാണം കഴിക്കാൻ അമ്മാമ്മ അങ്ങോട്ട് വന്നതാണോ പറഞ്ഞത്? അതോ അമ്മാമ്മ അവിടെ നഴ്സിംഗ് സ്കൂളിൽ പഠിച്ചത്. എവിടെ? ഭോപ്പാലില് അമീദിയ കോളേജിൽ. അമീദിയ ഹോസ്പിറ്റൽ സന്നിക്കെല്ലാം അറിയാലോ. അമീദിയ ഗാന്ധി മെഡിക്കൽ കോളേജിൽ എല്ലാ ദിവസവും ഞാൻ രാവിലെ വരുന്നത്.
ഹമീദിയ മെഡിക്കൽ കോളേജ് താഴെ ഹോസ്പിറ്റലും മുകളിൽ ഹമീദിയ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സ് എല്ലാം പഠിക്കുന്ന അവിടെ ആണ്. ഓ അത് ശരി. അമ്മാമ്മ എവിടെ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്? അന്ന് ഹോസ്റ്റലിലായിരുന്നു. അപ്പൊ നാട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി മാത്രം ഭോപ്പാൽ വന്നു? ജോലിക്ക് ഉദ്ദേശിച്ച് വന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ നേഴ്സിങ്ങിന് പോയി. ഓക്കെ ഓക്കെ. അങ്ങനെ അപ്പൊ അടുത്ത ഒരു ചരിത്രം അപ്പൊ അമ്മാമ്മയായിട്ടുള്ള ഒരു കണ്ടുമുട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നു. അപ്പൊ അത് നമുക്ക് അമ്മാമ്മയായിട്ട് കൂടെ ഇരുന്നുണ്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, ഒരു മിനിറ്റ്. ഇതിപ്പോ ഇത് തീരുവല്ലോ ഇന്ന്. കുഴപ്പമില്ല. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇന്റർവ്യൂ വിത്ത് ജോയ് ചായൻ. പ്ലീസ് വെൽക്കം അച്ചായൻ അമ്മ. അപ്പോൾ അച്ചായ അമ്മാമ്മ രണ്ട് കാര്യം അറിയാനുണ്ട്. നിങ്ങൾ ഭോപ്പാലിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. ഭോപ്പാലിൽ വെച്ച് കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ, ഈ വിവാഹത്തെ പറ്റി ആരാണ് പ്രപ്പോസ് ചെയ്ത് വന്നത്, അമ്മാമ്മയുടെ ഭോപ്പാലിലുള്ള കുറച്ച് ചരിത്രം നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് മറ്റു ഭാഗങ്ങളെടുക്കാം. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അച്ചായൻ പറഞ്ഞു നിർത്തിയത് ഭോപ്പാലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിവാഹാലോചന വന്ന കാര്യമാണ്. അവിടെ വെച്ച് തുടങ്ങാം. പ്ലീസ് വെൽക്കം. എൻ്റെ ഒരു ഫ്രണ്ട് ഈ കല്യാണ ആലോചന കൊണ്ടുവന്നത് അത് തങ്കമ്മയുമായിട്ട് അല്പം റിലേറ്റഡ് ആളാണ്. ഞങ്ങൾ ഒന്നിച്ച് പള്ളിയിലൊക്കെ ആക്റ്റീവായിട്ടൊക്കെ നടന്ന ഒരാൾ എനിക്ക് ഒരാളെ പ്രപ്പോസ് ചെയ്തു. ആ പ്രപ്പോസൽ പിന്നെ നാട്ടിൽ പോയി നാട്ടിലെ പേരൻസുമായിട്ടൊക്കെ ആലോചിച്ചു. ഭോപ്പാൽ വെച്ച് തന്നെ ഞങ്ങളുടെ കല്യാണം 1968 നവംബർ 4-ാം തീയതി ഭോപ്പാൽ വെച്ച് കല്യാണം നടന്നു. 68. അപ്പൊ 58-ൽ 59 ഭോപ്പാൽ വന്നു. 10 വർഷം കഴിഞ്ഞപ്പോൾ ഭോപ്പാൽ വെച്ച് കല്യാണം. 29 വയസ്സുകളായി. അതെ. അപ്പൊ അമ്മാമ്മ ഈ അച്ചായനെ പറ്റിയുള്ള ഈ വിവരം അമ്മാമ്മയുടെ ആയിരിക്കും വരുമ്പോൾ ഇത് ആദ്യത്തെ ആലോചനയായിരുന്നോ? ഞാൻ അങ്ങനെ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ അമ്മാമ്മ വിദ്യാഭ്യാസം കഴിഞ്ഞിരുന്നോ, ജോലി ആയിരുന്നോ? അതിനെപ്പറ്റി ഒന്ന് പറയാമോ? എൻ്റെ പഠിത്തം കഴിഞ്ഞു, ജോയിൻ ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ കല്യാണം വന്നത്. ഹമീദ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു? അതെ. അല്ല, ഞാൻ TB എനിക്ക് പോസ്റ്റിംഗ് കിട്ടി. TB ഹോസ്പിറ്റൽ. ഓ, TB ഹോസ്പിറ്റൽ. അതങ്ങ് അമ്മുള്ളായ എല്ലാവരെയും കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ആലോചന വന്നു, വീട്ടുകാരെല്ലാം ആലോചിച്ചു. അങ്ങനെ ഭോപ്പാലി പള്ളി വെച്ച് കല്യാണം. ആഫ്റ്റർനൂൺ ആയിരുന്നു, ഉച്ചയ്ക്കായിരുന്നു? രാവിലെ ആയിരുന്നു. രാവിലെ 11 മണിക്കുള്ള കല്യാണം. കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞത് എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. കടങ്ങന്നൂർ നാട്ടിൽ. ഓ, നാട്ടില് കടങ്ങന്നൂർ വീട്ടിൽ വെച്ചായിരുന്നു. കടങ്ങന്നൂർ എന്ന് പറയുന്നത് കോഴഞ്ചേരി ഭാവം. അതെ. ആറന്മുള കടങ്ങന്നൂർ. അമ്മ ഇങ്ങോട്ട് നോക്കണ്ട, അങ്ങോട്ട് നോക്കിയാൽ മതി. അത് ശരി. അപ്പൊ അച്ഛാ ഈ ഭോപ്പാലി വെച്ച് കല്യാണം നടക്കുമ്പോൾ അച്ഛൻ എവിടെയായിരുന്നു താമസം? ഷജാദ് കോട്ടേഴ്സ് എന്ന് പറഞ്ഞ ഭോപ്പാലിലെ ഒരു പ്രൈവറ്റ് കോട്ടേഴ്സ് ആയിരുന്നു. എന്റെ എന്നെ കല്യാണം ആലോചിച്ച ഫ്രണ്ട് നാട്ടിൽ തിരിച്ചു പോയി. അവർ താമസിച്ച വീട് എനിക്ക് തന്നിട്ട് പോയി. അങ്ങനെ അവിടെ ഞങ്ങൾ താമസിച്ചോണ്ടിരുന്നത്. അതൊരു സിംഗിൾ ഫാമിലി ചെറിയൊരു യൂണിറ്റ്. അത് ശരി. അപ്പൊ അമ്മമ്മ ഭോപ്പാലിൽ 4 വർഷം പഠിച്ചു എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് അപ്പൊ ഏത് വർഷമാണ് ഭോപ്പാലി വരുന്നത്? ഞാൻ 62-ലാണ്. അത് ഇതുപോലെ ട്രെയിനിലൊക്കെ 3-4 കയറി ഇറങ്ങിയൊക്കെയാ? ട്രെയിനിൽ ചെങ്ങന്നൂന്ന് കയറി മദ്രാസിൽ ഇറങ്ങി. 2 ട്രെയിൻ മാറിയാലേ ഭോപ്പാലി വരാം. GT എക്സ്പ്രസ് ഉണ്ടോ അന്ന്? GT ഉണ്ട്. ആ കാലത്തും GT ഉണ്ട്. ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ്. അത് ശരി. അപ്പം അങ്ങനെ നിങ്ങൾ അവിടെ ഇതായി. അപ്പൊ അന്ന് പള്ളിയില്ല, മർദ്ദമുഖിക്ക് പള്ളിയില്ല. ആയോ? പള്ളിയുണ്ട്. ഗ്രൂപ്പായോ? ഞങ്ങൾ ചെന്നപ്പം മുതല് അതെവിടെയാ കുടിക്കൊണ്ടിരുന്നത്? ഞങ്ങളാ ഇപ്പൊ സുഭാഷ് നഗറിലാ പള്ളി. അന്ന് എവിടെയായിരുന്നു? ലാൽഘാട്ടി എന്ന് പറഞ്ഞു. മുമ്പ് ആദ്യം കൂടിയത് വേറെയാ, ഈദ്ഗാ ഹിൽസിലായി. എല്ലാരും കൂടെ കൂടി. അന്ന് അച്ഛനൊന്നുമില്ല, സീഹോറായിന്നും കൽക്കട്ടായിന്നും ഒക്കെ വല്ലപ്പോഴും അച്ഛന്മാര് വന്ന് സർവീസ് നടത്തുമായിരുന്നു. അന്ന് സൈക്കിളായിരുന്നു. അച്ഛനൊക്കെ ഭോപ്പാലിലൊക്കെ യാത്ര ചെയ്ത് സൈക്കിളായിരുന്നു. ഞാനും 60-71 ഞാനും സൈക്കിളല്ല തുടങ്ങിയത്. അത് ശരി. പക്ഷേ ഭോപ്പാലിൽ അന്ന് യാത്രകളൊക്കെ MPSRTC ഒക്കെ ഉണ്ടോ? അത് ഉണ്ട്, ബസ്സുണ്ട്. പക്ഷേ ഈ സിന്ധികളുടെ ബസ്സാണ് കൂടുതൽ. പ്രൈവറ്റ് ബസ്സുകളാണ്. അതിൽ ഇടിച്ചു കയറണം. ജോലിക്ക് പോകുന്നൊക്കെ. ഹിന്ദി പഠിക്കാനൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? എനിക്ക് ഞാൻ വന്ന് 1 വർഷം എൻ്റെ കസിൻ്റെ കൂടെ താമസിച്ചു. എൻ്റെ പിന്നെ അതെവിടെയായിരുന്നു അവരുടെ ക്വാർട്ടേഴ്സ്? അവരും ഈ സെയിം ക്വാർട്ടേഴ്സിന് അടുത്തായിരുന്നു. അവരെവിടെയായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്? പുള്ളിക്കാരിക്ക് ജോലിയില്ല. ഹസ്ബൻഡ് പിന്നെ സ്വന്തം ബിസിനസ്സായിരുന്നു. ടയർ ബിസിനസ്. ഇപ്പോഴും ഉണ്ടോ ആ കടകളൊക്കെ? അവരൊക്കെ ഉണ്ടോ അവിടെ? അവരവിടുന്ന് അങ്ങ് പോയി. അവിടുന്ന് അങ്ങ് ലളിതപൂരിൽ പോയി. ലളിത്പൂർ. ഝാൻസി സൈഡ്. എനിക്കറിയാമോ?
ഓ ഞാൻ മധ്യപ്രദേശ് മുഴുവൻ, ഞാൻ ഛത്തീസ്ഗഡിൽ പുറവാത്ത ഒരു ഗ്രാമം പോലും ഇല്ല. ഏത് ഡാം, ഏത് ഫാക്ടറി. എനിവേ താങ്ക് യു. അങ്ങനെയാണ് എന്നെ നേഴ്സിങ്ങിന് വിട്ടത്. അവരോട് ഒരു വർഷം താമസിച്ചു. ഓൾ ഇന്ത്യ റേഡിയോ സ്റ്റേഷനിലൊക്കെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു, ടൈപ്പ് പഠിച്ചു. ഭോപ്പാലിൽ വന്ന് ഒരു വർഷം ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പാസ്സായി. പക്ഷേ അന്ന് ഇൻഡോ ചൈന യുദ്ധ സമയമായിരുന്നുകൊണ്ട് ജോലിയെല്ലാം ഫ്രീസ് ചെയ്തു. ഇൻഡോ ചൈന, ഓ ശരി, ഫ്രീസ് ആയിപ്പോയി. അങ്ങനെയാണ് എനിക്ക് ഇവിടെ കൊണ്ടാക്കും എന്നുള്ള രീതിയിൽ തന്നെ പിന്നെ അമിതിയിൽ നഴ്സിങ്ങിന് വിട്ടു. നഴ്സിംഗ് അന്ന് 3.5 വർഷമാണ് ജനറൽ നഴ്സിംഗ്. അതെ. ഓ ശരി. അപ്പോൾ അത് ടഫായിട്ട് തോന്നിയില്ല? അങ്ങനെ തോന്നിയില്ല. ഞാൻ പരീക്ഷ ഹിന്ദിയിലൊക്കെ ആയതുകൊണ്ട് അല്ല, ഇംഗ്ലീഷായിരുന്നു. ഹിന്ദി അല്ല. ഹിന്ദി കുറെ കഴിഞ്ഞാക്കിയത്. ഹിന്ദി ഞാൻ വീട്ടിൽ നിന്നപ്പോൾ ഹിന്ദിയൊക്കെ പഠിച്ചു. ഒരുമാതിരി. നാട്ടിൽ നിന്ന് 10th കഴിഞ്ഞാ പോകുന്നത് അതോ +2? അല്ല, 10th കഴിഞ്ഞാ പോയത്. 10th കഴിഞ്ഞപ്പോൾ +2 ഇല്ല, പ്രീ ഡിഗ്രിയും ഇല്ല. 10th. അത് ശരി. അപ്പം ഭോപ്പാലിൽ നിങ്ങൾ താമസിച്ച ആ കാലഘട്ടത്തിനെ പറ്റി, ഭോപ്പാലിനെ പറ്റി പറഞ്ഞാൽ മലയാളികളുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എങ്ങനെയായിരുന്നു എന്നൊന്ന് ചെറുതായിട്ട് പറയാമോ? സമാജങ്ങളോ എന്തെങ്കിലും? വാസ്തവത്തിൽ ഞങ്ങൾക്ക് വളരെ ഒരു ഹോംലി ആയിട്ട് ആയി പിന്നീട്. കാര്യം പിന്നെ ഞങ്ങൾക്ക് ഭോപ്പാലി മതിയായിരുന്നു. അവിടുന്ന് പോന്നപ്പോഴും ആഗ്രഹം തിരിച്ച് ഭോപ്പാലിൽ ചെന്ന് സെറ്റിലാണ്. അതുപോലെ ഫ്രണ്ട്ഷിപ്പ് മലയാളം. എനിക്ക് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഞാൻ ജോലി ചെയ്തുകൊണ്ട് ലോക്കൽ ആൾക്കാരുമായിട്ട് എനിക്ക് ഒരുപാട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം സാധിക്കാനും ബുദ്ധിമുട്ടില്ലായിരുന്നു. മനസ്സിലായി. ഓ അത് ശരി. അപ്പം പള്ളിയുടെ ത്രൂവില് പിന്നെ ഒരുപാട് ഫ്രണ്ട്സായി. ഞങ്ങൾ സ്പീക്കിംഗ് ഒരു ജനറലി അക്സെപ്റ്റബിൾ പേഴ്സൺ ആയിരുന്നു അച്ഛൻ. ഒത്തിരി ഞങ്ങൾ നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ജോലിക്കൊക്കെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഒത്തിരി പേരുണ്ട്. ഒത്തിരി പേര് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ട്. ഭോപ്പാലായിരുന്നപ്പം എൻ്റെ ഫാമിലിയിൽ നിന്ന് പലരെയും കൊണ്ട് നേഴ്സിങ്ങിനോണ്ട് ചേർക്കുകയും അവരെ കൊണ്ട് അവിടെ ഇവിടെ അഡ്മിഷനും ട്രാൻസ്ഫറും ഒരുപാട് ചെയ്തു. ഇപ്പൊ അവരാരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടോ? അവരായിട്ട് ആരെങ്കിലും കോണ്ടാക്ട്? എല്ലാവരും അവിടെ നിന്ന് പോയി. മിക്കവാറും പേര് അമേരിക്കയിലും മറ്റു മാർഗങ്ങളിൽ കൂടെ വന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അവിടെ വെച്ച് മക്കളൊക്കെ ഞങ്ങൾക്ക് അവിടെ വെച്ച് 2 കുഞ്ഞുങ്ങൾ. അവര് ഭോപ്പാലിൽ ജനിച്ചു, ഭോപ്പാലിൽ തന്നെ സ്കൂളിൽ പോയി, ഭോപ്പാലിൽ തുടങ്ങി. അത് ശരി. അത് കഴിഞ്ഞ് നേരിട്ട് പിന്നെ ഇങ്ങോട്ടുള്ള വരവായിരുന്നു. അപ്പൊ അതൊരു അടുത്ത എപ്പിസോഡിൽ നമുക്ക് പറയാം. അതിനു മുമ്പ് ഞാൻ ഭോപ്പാലിനെ പറ്റി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, മധ്യപ്രദേശിന്റെ ക്യാപിറ്റൽ ആയി എന്ന് പറഞ്ഞു, അല്ലെ പിന്നീട് ആക്കി. ആ സമയത്ത് ഭോപ്പാലിന്റെ വളർച്ച എന്തോ ആയിരുന്നു? ബഡാ താലാബ് ചോട്ടാ താലാബുമായിട്ടാണല്ലോ നമുക്കൊരു ഭോപ്പാൽ കാണുന്നത്. പിന്നെ വളർന്നത് എങ്ങനെയാണ്? ടി നഗർ ഉണ്ടാകുന്നതൊക്കെ? ടി നഗറൊക്കെ പെട്ടെന്നാണ് പിന്നത്തെ വളർച്ച. പിന്നെ ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ആണല്ലോ, പെട്ടെന്ന് കോളനി വരെ അങ്ങ് പോയി. ഞങ്ങള് 75, 76 അവിടുന്ന് പോരുമ്പോഴൊന്നും അത്രയും ആയിട്ടില്ല. ഗവൺമെന്റ് ക്വാർട്ടേഴ്സും ബിൽഡിങ്ങും ഇതൊക്കെ ആയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പോയി കഴിഞ്ഞപ്പം ബോംബെക്കായാലും കഷ്ടമായി. ഒരു വിധത്തിൽ ഞങ്ങൾ താമസിച്ചെടുത്ത് എന്ന് പറ്റാനൊക്കെ അത്ര ശരി. ഞാനും ഭോപ്പാൽ സിറ്റിയിൽ ഉണ്ടായിരുന്നോണ്ട് ഞാൻ 14 വർഷം അവിടെ ഉണ്ടായിരുന്നു. മധ്യപ്രദേശ് മുഴുവൻ എനിക്ക് നല്ല ബസ് സ്റ്റാൻഡിന്റെ അടുത്തായിട്ടാണ്. ഓ അത് ശരി. അതൊരു വലിയ ചവരായാണല്ലോ. അത് സ്റ്റേറ്റ് ബാങ്കിന്റെ ഒരു 3 നില കെട്ടിടമൊക്കെ ഓർമ്മയുണ്ടോ? ആ ചവരായിൽ ഇങ്ങനെ ചോല റോഡിലോട്ട്. പിന്നെ അവിടെ ഞങ്ങൾ ആ മൂലയ്ക്ക് ഞങ്ങൾ താമസിച്ചിട്ടിരുന്നു. അതിന്റെ പുറകിലായിരുന്നു യൂണിയൻ കാർബണിന്റെ സ്റ്റാഫ്. നമ്മുടെ ചാക്കോ മരിച്ചു പോയതൊക്കെ അതിന്റെ പുറകിലുള്ള ക്വാർട്ടേഴ്സ് വെച്ചാൽ. അവിടെ പഗോഡ ഹോട്ടൽ, പിന്നെ തൊട്ട് ബാക്കിലായിരുന്നു ഒരു ബാർ. അതേ ഉള്ളായിരുന്നു. ഞങ്ങൾ തൊട്ട് താമസിച്ചിരുന്ന അതിന്റെ പുറകിൽ. അവിടെ ആയിരുന്നല്ലോ നമ്മുടെ ഇതുണ്ടായത്, നമ്മുടെ യൂണിയൻ കാർപ്പറേറ്റിന്റെ. അതെ. അത് ശരി. ഭോപ്പാലിൽ ഇപ്പൊ അറിയിച്ചാൽ ആരെയൊക്കെ അറിയാം? ഇപ്പൊ ബേസിക്കലി ഇപ്പം വിളിച്ചാല്, ഫോൺ വിളിച്ചാല് അറിയാവുന്നവരാരുണ്ട്? ഇപ്പോഴെന്റെ കൂടെ അന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി ചെയ്ത ഒരാളുണ്ട്. അയാളുടെ ഫാമിലി എല്ലാം അവിടെ ഉണ്ട്. അയാളെ വല്ലപ്പോഴും ഒക്കെ വിളിക്കും. ഓ ശരി. അദ്ദേഹത്തിന്റെ പേര് ജോയി അല്ലെ PV വർഗീസ് എന്ന് പറയും. ഇപ്പൊ എവിടെയാ താമസിക്കുന്ന? താമസിക്കുന്ന സ്ഥലമൊന്നും അറിയത്തില്ല. ഞങ്ങൾ ഒന്ന് പോയത്, ആ പേര് പറയാൻ അറിയത്തില്ല. ഇപ്പൊ അന്നൊന്നും അതില്ലായിരുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് അച്ചായൻ ഇപ്പോൾ ഫിലാഡൽഫിയയിലാണ്. അമേരിക്ക വന്നിട്ട് എത്ര വർഷമായി അച്ഛൻ? 46 വർഷം. അപ്പോൾ അമേരിക്കയിലോട്ടുള്ള വരവിനെ പറ്റിയാണ് നമ്മുടെ അടുത്ത ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്, അടുത്ത എപ്പിസോഡ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു. അപ്പോൾ അച്ഛൻ അമേരിക്കയിലോട്ടുള്ള വരവ് എങ്ങനെയായിരുന്നു? അതിനുള്ള വഴി എങ്ങനെയാണ് തുറന്നത്? അത് തങ്കമ്മ പറയുന്നതായിരിക്കും ഇച്ചിരൂടെ നല്ലത്. അമ്മ പറഞ്ഞു. അമ്മാമ്മ മൈക്കിൽ നോക്കി പറഞ്ഞു. അമ്മാമ്മ ഉറക്കെ പറയണേ. അത് ഇയർഫോൺ ഇല്ലാത്തതുകൊണ്ടുണ്ടല്ലോ മൈക്ക്. പറഞ്ഞു. അമേരിക്കയിലോട്ടുള്ള വരവിനെ പറ്റി, അമേരിക്കയെ പറ്റി കേട്ടത് എങ്ങനെയാണ്?
ഞങ്ങൾ ഭോപ്പാലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ടീറ്റുകാരിലായിരുന്നു ഞാൻ. കൈലാഷ് നാഥ് കാഴ്ച ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണ് ഞാൻ ജോലി ചെയ്തത്. അവിടുത്തെ അത് തുടങ്ങിയപ്പോൾ ആദ്യത്തെ സ്റ്റാഫായിട്ട് അവിടെ ഞാൻ കൊണ്ട് ചേർത്തു. അത് ടീച്ചറിലെ അടുത്തുള്ള ഹോസ്പിറ്റൽ അതാണല്ലോ. ആ ക്വാർട്ടർ കിട്ടാൻ വേണ്ടിട്ടാ. ശരി, ജോർജ് ചോക്കിലാണല്ലോ ക്വാർട്ടേഴ്സ് ഒക്കെ. ഞാൻ അവിടുത്തെ ആദ്യത്തെ സ്റ്റാഫേ ഉള്ളായിരുന്നു. ഒരു സ്റ്റാഫ്, ഒരു ഡോക്ടറേ ഉള്ളൂ. പിന്നെ എന്റെ സ്റ്റാഫ് സത്യം പറഞ്ഞ ഭോപ്പാലിലെ അമ്മാമ്മയുടെ ഒരു ഫോട്ടോ വെക്കേണ്ട സമയമായി. ഐ വിൽ മേക്ക് ഇറ്റ്. ഓക്കെ ഓക്കെ. പിന്നെ അവിടെ ഒരാറെണ്ണേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ്. പക്ഷെ അവിടെ അസിസ്റ്റൻസ് ഒക്കെ ഉണ്ടായിരുന്നു, നേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സർജറി ഒന്നും ഇല്ല, ഇഞ്ചക്ഷൻ എടുക്കുക, പേഷ്യന്റ് അഡ്രസ്, ഡെലിവറി മെറ്റേണിറ്റി ഉണ്ട്. അമ്മാമ മെറ്റേണിറ്റി വാർഡിലോട്ടാ കൂടുതൽ എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു. മെഡിക്കലും മെറ്റേണിറ്റിയും എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു. അപ്പൊ അന്ന് ഒ പിയിലും അമ്മാമ നിൽക്കണം. ഒന്നും ഇല്ല. ഉണ്ട്, ഒപിയിൽ വേറെ സ്റ്റാഫ്. പക്ഷെ 40 മണിക്കൂർ ജോലി ചെയ്താൽ മതി. അതോ 48 മണിക്കൂർ, ആഴ്ചയിൽ 5 ദിവസം. 5 ദിവസം നൈറ്റ് ഡ്യൂട്ടി ഇല്ല. ഇല്ല, നൈറ്റ് ഡ്യൂട്ടി ഇല്ല. അത് ശരി. ഞാനായിരുന്നു അതിന്റെ ഇൻചാർജ്. അന്നേരം പിന്നെ മമ്മി എന്നെ നോക്കുന്നോണ്ടാ ഞാൻ. ഓക്കെ ഓക്കെ. അത് ശരി. അവിടുന്ന് ഞങ്ങള് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ എന്റെ ഒരു കൂട്ടുകാരി, എന്റെ ഒരു ജൂനിയർ അമേരിക്ക വരാൻ ഇങ്ങനെ പ്ലാൻ ഇട്ടു. ഓക്കെ. അപ്പൊ എന്റെ മദർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഭോപ്പാലുണ്ട്. ഉണ്ട്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു അവിടെ സർട്ടിഫിക്കറ്റിനകത്ത് എന്തോ പ്രോബ്ലം ഉണ്ട്, അമ്മയെ കൂടെ ഒന്ന് വിടാമോ, ഇതൊന്ന് പിന്നെ കോട്ടയിൽ കൊണ്ടുവന്ന് കൈ ഒന്ന് പൊക്കിയാൽ മതി. ഓക്കെ. ഇത് എനിക്ക് അറിയാവുന്ന വ്യക്തിയാണെന്ന് അറിയാൻ വേണ്ടി, അതായത് അറ്റസ്റ്റ് ചെയ്യാതെ. അറ്റസ്റ്റ് ചെയ്യാം, അവിടെ മദറിനായിട്ട് ആക്ട് ചെയ്യാൻ. ഓക്കെ ഓക്കെ. മദറായിട്ട് ഓത്ത് കൊടുക്കണം. ഓത്ത് കൊടുക്കാന്. അങ്ങനെ ഞാൻ പറഞ്ഞു നിനക്ക് ഉപകാരം വരുന്ന കൊണ്ടുപോക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു അവള് വരുമ്പോ എന്നെ കൂടെ തിരിച്ച് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ. അന്ന് ഈ അമേരിക്കയെ പറ്റി കേട്ട് തുടങ്ങുന്നതേ ഉള്ളോ അതോ മൂവ് ചെയ്ത് വരുന്നു? ഒത്തിരി പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഗൾഫിലോട്ടൊന്നും മാറി പോകുന്നില്ല അതോ? പോയിട്ടുണ്ട്. എന്റെ ബാച്ചിൽ ഒത്തിരി പേര് ഗൾഫിൽ പോയി. ഈ അഹമ്മദിയായിൽ മലയാളികൾ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് മിക്കവാറും പോയി. ഓക്കെ ഓക്കെ. പിന്നല്ലേ പോയി. ഓക്കെ ഓക്കെ. അത് ശരി. അപ്പൊ അവര് ഇങ്ങോട്ട് വരികയാണെങ്കിൽ അമ്മാമ്മയെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോ അവിടെ എന്നെ സ്പോൺസർ ചെയ്തു. അവരെവിടെ? ഇവിടെ ഫിലഡൽഫിയ തന്നെയായിരുന്നു. ഈ ഫിലഡൽഫിയയിലോട്ടാ നേരിട്ട്? അന്ന് റിക്രൂട്ട്മെന്റ് എങ്ങനെയായിരുന്നു? നമ്മൾ പേപ്പർ വഴി എങ്ങനെയാണ്? അല്ല, ഒരാള് ഒരു സ്പോൺസർ ലെറ്റർ കൊടുത്താൽ മതി. ബാങ്ക് ബാലൻസ് കാണിക്കണം. ഇത്രയും ഡോളർ ബാങ്കിലുണ്ട്, $2,000 അങ്ങോട്ട് കാണിച്ചാൽ മതി. അപ്പൊ ഒരാളെ സ്പോൺസർ ചെയ്യാം. സിബ്ലിങ്സിനെ ഫയൽ ചെയ്യുന്ന പോലെ നമുക്ക് സ്പോൺസർ ചെയ്യാം. സ്പോൺസർ ചെയ്ത് അവര് നമ്മൾ വന്നാൽ നമ്മളെ അവര് സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു ഗ്യാരണ്ടി. മനസ്സിലായി. ഇത് സിബ്ലിങ്ങിനേക്കാളൊക്കെ വളരെ ഈസിയായിരുന്നു. ഒരു ഫ്രണ്ടിനെ നമുക്ക് ഒരു ജസ്റ്റ് ഒരു ആക്ച്വലി ജോബ് വൈസ് ആണ്. ജസ്റ്റ് ഒരു ഇത് മതി. അന്ന് നഴ്സസിന് ആവശ്യമുള്ളത് കൊണ്ട് ക്വാളിഫൈഡ് നഴ്സൊന്നുമല്ല, അവള് സ്പോൺസർ ചെയ്യുന്നേ ഉള്ളൂ. നമ്മൾ വന്ന് തന്നെ ജോലി കണ്ടുപിടിക്കും. ഒരാള് കൊണ്ടുവരുന്നു, ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗ്രീൻ കാർഡായി. ഗ്രീൻ കാർഡ് നമുക്ക് എയർപോർട്ടിൽ വെച്ചാൽ കിട്ടും. അപ്പൊ ഇതിനുള്ള ഇന്റർവ്യൂ പേപ്പറുകളൊക്കെ വിസ പേപ്പർ വരുമല്ലോ, യെല്ലോ പാക്കറ്റ് വരണമല്ലോ. അതെവിടെയാ? അത് ഞങ്ങൾ ബോംബെയില് ഒരു ഏജന്റിന്റെ ത്രൂ ആയിരുന്നു മുഴുവൻ ചെയ്തത്. ബോംബെയിൽ ഏജന്റ്, ട്രാവൽ ഏജന്റ്. അവരുടെ പേര് കോസ്മോസ്. അതെവിടെയായിരുന്നു ഓർമ്മയുണ്ടോ? അത് ഭോപ്പാലിലൊരു ഏജന്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അവിടെ ഇയാൾ വല്ലപ്പോഴും മനസ്സിനെ വരും. വരുമ്പം ഈ പോയിന്റുവരെല്ലാം അവിടെ കൂടും. അവിടെ കൂടിയിട്ട് ഈ ഭോപ്പാലിലുണ്ടായിരുന്ന ആളാണ് ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം എല്ലാം ഫില്ല് ചെയ്തത്. ഒന്നും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, അദ്ദേഹം ഇതെല്ലാം ഫയൽ ചെയ്ത് കോൺസുലേറ്റ് കൊടുക്കുന്നു. കോൺസുലേറ്റ് അവിടെ കൊടുക്കും. ഈ ഏജന്റിനെ നമ്മുടെ ബോംബെയിലുള്ള ഏജന്റ്. മനസ്സിലായി. അവര് ഞങ്ങളെ ഇന്റർവ്യൂവിന് വിളിക്കൂ. മനസ്സിലായി. ഞങ്ങൾ അവിടെ ചെന്നു. അവിടുന്ന് പിന്നെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കും. ശരി. അന്ന് ഭോപ്പാലിന് ബോംബെക്ക് എങ്ങനെയാ പോയത്? പത്താംകോട്ടയിലാണോ പോയത്? ഓർമ്മയുണ്ടോ? അമൃത്സർ ദാദർ. പത്താംകോട്ട അമൃത്സർ എക്സ്പ്രസ്. ദാദർ അമൃത്സർ. അന്ന് പഞ്ചാബില് പിന്നീടാ വന്നത്. അന്ന് ഒരൊറ്റ ട്രെയിനേ ഉള്ളൂ, അമൃത്സർ ദാദർ. അത് മിലിറ്ററിയുടെ ട്രെയിനായിരുന്നു. ഒരു നൈറ്റ് മതിയെന്ന് തോന്നുന്നു. നൈറ്റ് കയറി കിടന്ന് രാവിലെ അങ്ങ് ചെല്ലും. ശരി. അന്ന് ആദ്യമായിട്ടാണ് ബോംബെക്ക് പോകുന്നത്? ഞാൻ അതിന് മുമ്പ് റെയിൽവേ ജോലി ചെയ്തപ്പോൾ പോയിട്ടുണ്ട്. ബോംബെ വരെ പോയിട്ടുണ്ട്. ബോംബെയിൽ അറിയാം, ഇച്ചിരി അറിയാം. പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു. അവരെവിടെയായിരുന്നു? ബോംബെയിൽ എയർപോർട്ട് ജോലി ചെയ്യുന്നു. സാന്താക്രൂസിലാണ്. ഭോപ്പാലിൽ നിന്ന് പോയ ഒരാളാണ്. ശരി. അങ്ങനെ അവര് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ശരി. അപ്പം ഓക്കെ. അപ്പൊ അവിടെ ബോംബെ പോയി നിങ്ങൾ ഇന്റർവ്യൂ കൊടുത്തു കോൺസുലേറ്റിലല്ലേ? അവർ ഇന്റർവ്യൂ വിളിച്ച ഭോപ്പാൽ അഡ്രസ് വരും ഇതല്ലേ അല്ലേ? അതെ. ഓക്കെ. അപ്പം വളരെ ഫാസ്റ്റ് ആയിരുന്നു. അമ്മാമ്മയെ മാത്രമേ ഇന്റർവ്യൂ ചെയ്തുള്ളൂ?
അന്ന് ഞാൻ തന്നെ വരാൻ സ്പോൺസർ ചെയ്ത് ഞാൻ തന്നെ ഫയൽ ചെയ്തുള്ളല്ലോ. ഓക്കെ. അപ്പം പോരുമ്പോ ഫാമിലിയെ കൊണ്ടുവരാൻ ആ സമയത്തുള്ള പോസിബിലിറ്റി ഇല്ല. ആ, കുഞ്ഞുങ്ങളും ചോദിച്ചാലും കൂടെ ഭോപ്പാലിൽ താമസിക്കും. ഓ അത് ശരി. അങ്ങനെ എത്ര വർഷം അച്ഛനും? 1 വർഷം കഷ്ടിച്ച്. ആ ശരി. അതിനു മുമ്പേ സ്പോൺസർ ചെയ്തു. അപ്പൊ അമ്മാമ്മക്ക് വിസയിൽ ഇന്റർവ്യൂ സാങ്ഷൻ ചെയ്തു, കോൺസലർ അപ്രൂവ് ചെയ്തു. അത് കഴിഞ്ഞ് ടിക്കറ്റ് ഒക്കെ പിന്നെ ബുക്ക് ചെയ്തൊക്കെ? ടിക്കറ്റ് ഞങ്ങള് ബുക്ക് ചെയ്ത് ഭോപ്പാലിൽ ചെന്ന് ബുക്ക് ചെയ്ത് വെച്ചാൽ പിന്നെ രണ്ടാമത് പിന്നെ ബോംബെ വന്നിട്ട് അങ്ങനെ ഫ്ലൈറ്റിന് വന്നു. എവിടെ പോട്ടെ? അന്ന് ഡയറക്റ്റ് ഇല്ലല്ലോ. ആദ്യമായിട്ട് എന്തുവഴിയാ വന്നത്? ന്യൂയോർക്ക് വഴി. ന്യൂയോർക്കിലെത്താനും ഒരു സ്റ്റോപ്പ് ഇല്ലായിരുന്നു ആദ്യം? ഉണ്ട്. അതെവിടെയായിരുന്നു? ന്യൂയോർക്കിലാ? അല്ല, അതിനു മുമ്പ് ലണ്ടനിലുണ്ടായിരുന്നു. ലണ്ടനിലാണ്. ഫ്രാങ്ക്ഫർട്ട്. അന്നെല്ലാം ജർമ്മനി കൂടി. ആ, ഓ, ആ ഫ്ലൈൻ തന്നെയാ. പക്ഷെ ഒരു ക്ലീനിങ് ഒക്കെ ഉണ്ട്, കാരണം ഫ്യൂവൽ ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. കാരണം ഈ ക്രോസ് അറ്റ്ലാന്റിക് അന്ന് ഡയറക്റ്റ് പവർ ഇതില്ല. ആ, കാരണം അറ്റ്ലാന്റിക് ക്രോസ് ചെയ്യാനുള്ള ഫ്യൂവൽ അപ്പൊ ഒരു സ്റ്റോപ്പ് അന്നുണ്ട്. എയർ ഇന്ത്യ ആയിരുന്നല്ലോ. ഓ, എയർ ഇന്ത്യ തന്നെയാണ്. അന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഫ്ലൈറ്റിൽ ആദ്യം കയറിയപ്പോ? യാത്രക്കാരൊക്കെ ഫുള്ളായിരുന്നോ അതോ? ഫുള്ളായിരുന്നു. അമേരിക്കയ്ക്കുള്ള യാത്ര ഉണ്ടായിരുന്നു, ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എത്ര രൂപ ടിക്കറ്റ് ആയിട്ടാണെന്ന് അറിയാം? ഡോളറിന് പറഞ്ഞാൽ ഒരു $1000 ആയോ ടിക്കറ്റിന്? ഓർമ്മയുണ്ടാവോ? അല്ലെ $500? $1 അങ്ങോട്ട് 6 രൂപ ഉണ്ടായിരുന്നു. ഓ, 6 രൂപ. 8 രൂപ. ഒരു ഡോളറിന് 8 രൂപ ഇന്ത്യൻ രൂപ കിട്ടും. അപ്പൊ $8 ആ ഒരു ഡോളറിൽ. പക്ഷെ 8 രൂപയ്ക്ക് നല്ല വാല്യൂ. 6000 രൂപ അങ്ങോട്ടായിരുന്നു ഒരു ടിക്കറ്റ്. 6000 രൂപ ഇന്ത്യൻ രൂപ. ഓ, അത് ശരി. അപ്പൊ 8 രൂപ ആവുമ്പോഴത്തേനും ഓക്കെ ഒരു $1000 മേളിൽ പോയി. ഓക്കെ, $1250 ആയി. ഞങ്ങളിവിടെ വന്ന് ഒത്തിരി നാൾ വരെ 8 രൂപ ആയിരുന്നു. അന്ന് ട്രാൻസ്ഫർ ഒക്കെ ചെയ്യണേൽ എന്തെങ്കിലും വലിയ ബുദ്ധിമുട്ടായിരുന്നു? ചെക്ക് അയക്കായിരുന്നു? അന്ന് ചെക്ക് അയക്കാൻ ഒരു വർഷമില്ലായിരുന്നു. നമുക്ക് ചെക്ക് അയച്ചാൽ മണിയോട് ചെക്കും ഒക്കെ അയച്ചു കൊടുത്താൽ ഈസി ആയിട്ട് നാട്ടിൽ ചെന്ന് നാട്ടിൽ എല്ലാവർക്കും ചെക്കാന്ന്. ഈ എയർമില്ലാത്ത ഡോളർ അയക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു? അങ്ങനെ ചെയ്തിട്ടുണ്ടോ ആർക്കെങ്കിലും കൂട്ടുകാർക്ക് ഇന്ത്യയിലോട്ട് കത്തിന്റെ അകത്ത് ഡോളർ വെച്ച്? ഇല്ല. അത് ശരി. എനിവേ അതൊരു വലിയൊരു അനുഭവമായിരുന്നു അമേരിക്കക്ക്. അന്ന് ഫോണൊന്നും ഇല്ലല്ലോ. അപ്പം പിന്നെ ഇവിടെ വന്നു എന്നുള്ള കാര്യം എങ്ങനെ അറിഞ്ഞാൽ? അതാ ഒരിക്കൽ എന്നെ ഭോപ്പാലിലോട്ട് വിളിച്ചു. ഭോപ്പാലിലോട്ട് ഫോൺ വിളിച്ചു ഓഫീസിലോട്ട്. ഫോൺ വിളിച്ചേച്ച് എന്നോട് പറഞ്ഞു, എൻ്റെ മിസ്സസ് മാത്യു ഫോണിൽ വന്നു. അപ്പൊ അവർ പറഞ്ഞു, യു മിഠായി ഖിലാവോ? ഭോപ്പാലിൽ നിന്നല്ലോട്ട് അമേരിക്കയിൽ നിന്ന് ഫോൺ ചെയ്യാൻ ഒക്കുമെന്ന് പോലും ആർക്കും അറിയത്തില്ലായിരുന്നു. എങ്ങനെയോ ചെയ്തു, കിട്ടി. ഓഫീസിൽ കിട്ടി, വർത്താനം പറഞ്ഞു. അങ്ങനെ ഭോപ്പാലിൽ നിന്ന് ഫോൺ ഇവിടോട്ട് ചെയ്യാൻ ഒക്കുമെന്ന് ഞാൻ അറിയുന്നത്. അച്ഛൻ ഈ 2 മക്കളെയും കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ അതോ? അന്ന് വീട്ടിൽ ജോലിക്ക് ആളിനെ കിട്ടുമായിരുന്നു. ഭോപ്പാലിൽ ആളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊക്കെ കഷ്ടിച്ച് 1 വർഷമേ ഉള്ളായിരുന്നു. അന്ന് പിന്നെ ഉടനെ തന്നെ അമ്മ പേപ്പേഴ്സ് അച്ഛൻ്റെ ഗ്രീൻ കാർഡ് കിട്ടി. എയർപോർട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഗ്രീൻ കാർഡ് കിട്ടി. പിന്നെ ജോലി അന്വേഷിച്ചു. എത്ര നാൾ കഴിഞ്ഞ് ജോലി കിട്ടി? 1 മാസം കഴിഞ്ഞോളൂ. അപ്പൊ ഈ എയർപോർട്ടിൽ നിന്ന് അന്ന് വീട്ടിൽ പോയത് ടാക്സിയിലല്ലേ? അല്ല, ന്യൂയോർക്കിൽ നിന്ന് ഞങ്ങള് പിന്നെ TWA ഫ്ലൈറ്റിന് ഫിലഡൽഫിയക്ക് വന്നു. ഓ, വേറെ ഫ്ലൈറ്റ്, ലോക്കൽ ഫ്ലൈറ്റ് കയറി ഇവിടെ വന്നിട്ട് പിന്നെ കൂട്ടുകാർ അവരുടെ വീട്ടിൽ താമസിച്ചു. അവരെ വീടെന്ന് പറഞ്ഞാൽ കാറുണ്ടോ പുള്ളിക്കാരിക്ക്? ഡ്രൈവിംഗ് അറിയാമായിരുന്നു പുള്ളിക്കാരി? ഇപ്പോഴും അറിയാമോ? ഇപ്പൊ അറിയാം. അമ്മമ്മ ഓടിക്കോ? ഓക്കെ. അമേരിക്ക വന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അമ്മമ്മയുടെ ഒരു അനുഭവം എന്തായിരുന്നു? അമേരിക്കയും ഭോപ്പാല്, ബോംബെ അല്ലെ ഇന്ത്യ കണ്ടിട്ട് ഒത്തിരി ഡെവലപ്ഡ് ആണെന്ന് തോന്നിയിരുന്നോ അതോ? ഭോപ്പാൽ ഇവിടെ വന്നപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഞാൻ തിരിച്ചു പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ആദ്യം തുടക്കത്തിൽ നമുക്ക് ഒരുപാട് ആക്സെന്റ് ഇവിടുത്തെ കൊണ്ടുവന്ന ഫ്രണ്ട്സ് ഒക്കെ വലിയ ഫ്രണ്ട്ലി ആയിപ്പോയില്ല. പിന്നെ അവർ ആർട്ടൈം തരാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചാൽ എഴുതി ഇവിടെ വന്ന് പണം ഉണ്ടാക്കാവുന്നുള്ളതുള്ളൂ, ഒരു ഫാമിലി ഹാപ്പി ലൈഫ് ഇവിടെ കിട്ടത്തില്ല. ഇല്ല. പിന്നീട് അപ്പോഴത്തേന് അച്ചായനെയൊക്കെ കൊണ്ടുവന്നു. 1 വർഷം ഞാൻ വന്നപ്പോഴും എനിക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം അവിടുത്തെ ആ ഒരു നമ്മുടെ ഫ്രീഡം ഓഫ് ലൈഫ് അങ്ങ് പോയത്. ശരി, കോണ്ടാക്റ്റും കാര്യങ്ങളും എല്ലാം പോയി. ഇവിടെ നമ്മളെ കൂട്ടിപ്പിടിച്ചിട്ട പോലുള്ള ഒരു മനസ്സിലായി. ആ തുടക്കത്തിൽ ഒരു വലിയ വീർപ്പൂട്ടിലുണ്ടല്ലോ നമ്മൾ എവിടെ സെറ്റിൽ ആകുന്നു. പിന്നെ ഇവിടുത്തെ തണുപ്പ്, ആ തണുപ്പിനെ പറ്റി എന്താ അച്ഛൻ അന്ന് തോന്നിയത്? തണുപ്പ് എങ്ങനെയാ സഹായിക്കുക? ജോലിയായിരുന്നു ഏറ്റവും. ജോലിക്ക് പോകാനും വരാനും. അന്ന് ഈ മെട്രോ ചെയ്യുന്നത് ആ ബുദ്ധിമുട്ട്. കാര്യം അവിടെ നമ്മൾ ഓഫീസിലൊക്കെ ബാബുജി ആയിട്ടിരുന്ന എല്ലാവരും ഇവിടെ വരുന്ന പറഞ്ഞാൽ കിട്ടുന്ന ജോലി അന്നത് എത്ര ഡോളർ കിട്ടുമായിരുന്നു ഇവിടുത്തെ? മിനിമം ഒരു 7 ഒന്നുമില്ല. അന്ന് $2 ഒക്കെ ഉള്ളൂ. 175. ഞാൻ ആദ്യം ജോലി ചെയ്തത് ഹോസ്പിറ്റലൊന്നും അല്ല, ആറനായിട്ടല്ല, നേഴ്സിംഗ് ഹോമിൽ നേഴ്സ് സൈഡായിട്ട് പേഷ്യന്റ് കെയർ കൊടുക്കാൻ വേണ്ടി നേഴ്സിംഗ് ഹോമിലാണ് ചെയ്തത്. 3 രൂപ കിട്ടുമായിരിക്കും അല്ലേ? ഇല്ല, $2.46 പെർ അവർ, $2. മനസ്സിലായി. അത് ടാക്സ് ഒക്കെ ഉണ്ടായിരുന്നു? അതോ അതൊക്കെ ഉണ്ടായിരുന്നു. ടാക്സ് ഫയൽ ചെയ്യുകയൊക്കെ വേണം.
ആകെ $100 ഒരു മാസം സാധനത്തിനൊക്കെ വില കുറവായി. വില കുറവാണ്. 10 രൂപയും കൊണ്ട് പോയാൽ നമുക്ക് ഇഷ്ടം പോലെ ഞങ്ങള് ഒരാഴ്ചയൊക്കെ സാധനം ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ബസ്സിന് കയറിയൊക്കെയാ പോകുന്നത്. തന്നെ അതെ അതെ. ഇത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അച്ഛനൊക്കെ വന്നു, മക്കളെ സ്കൂളിൽ ചേർത്തു അല്ലേ? ശരി. ആ ഒരു ലൈഫ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് ഇന്ത്യയിലോട്ട് പോയത് എപ്പോഴാണ്? അപ്പം 1981 ഇവിടെ വരുന്നത് 6 വർഷം കഴിഞ്ഞാണ് നാട്ടിലോട്ട് പോകുന്നത്. നേരെ ഭോപ്പാലിലാണ് പോയത്, നാട്ടിലോട്ടാണ് പോയത്? പിന്നെ ഭോപ്പാലിൽ പോയി അങ്ങനെ പോയില്ല. അന്ന് പ്രോപ്പർട്ടി ഒന്നും ഇല്ലായിരുന്നു അച്ഛന് ഭോപ്പാലിൽ? ചെറിയ പീസ് ഓഫ് ലാൻഡ് ഉണ്ടായിരുന്നു, അത് പിന്നെ ഞങ്ങൾ കൊടുത്തു. നേരെ നാട്ടിൽ പോയി. ഓക്കെ. എവിടെ? റാന്നിയിലോട്ട് പോയി. റാന്നി പോയി, അവിടുന്ന് കടങ്ങന്നൂർ പോയി. റാന്നിയിൽ അന്ന് വീടുണ്ടോ അച്ഛന്? എനിക്ക് വീടുണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ പേരൻസ് ഉണ്ട്, ഗ്രാൻഡ് ഫാദർ ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഈ ഭോപ്പാലിൽ നിന്ന് നാട്ടിലോട്ട് ഹൗ ഓഫ്റ്റൺ പോവായിരുന്നു? ഭോപ്പാലിൽ നിന്ന് നാട്ടിലോട്ട് ഞാൻ അത്രയും പോവുകയായിരുന്നു. തങ്കമ്മ പോകുമായിരുന്നു. ഞാൻ എല്ലാ വർഷവും പോവായിരുന്നു. പേരൻസിനെ കാണാനും പിന്നെ നിങ്ങൾക്ക് അവധി ഉള്ളതുകൊണ്ട്, പിന്നെ അമ്മാമ ഏണിയായിരുന്നോണ്ടും. എന്റെ അമ്മച്ചേ ഉള്ളായിരുന്നു, എന്റെ മദറേ ഉള്ളായിരുന്നു. അമ്മാമിക്ക് ഏറ്റവും പെൻഷൻ ഇല്ലേ? എന്നിട്ട് ഭോപ്പാൽക്ക് മധ്യപ്രദേശ് അതൊന്നും ഞങ്ങള് പേപ്പർ ഫോർവേഡ് ചെയ്തില്ല. മനസ്സിലായി. കാരണം ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മിനിമം ഈ മിലിറ്ററിക്കാർക്കൊക്കെ കിട്ടുന്ന പോലെ ഒന്നും ഞങ്ങൾക്ക് ഏതാണ്ട് ഇത്ര വർഷത്തെ വേണം. കാരണം നമ്മൾ പ്രോഡ് ഫണ്ടിൽ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ അനുസരിച്ച് കിട്ടി. അത് ഞങ്ങൾ ഇങ്ങനെ എടുത്തു. അതുകൊണ്ടായിരുന്നു ഞങ്ങൾ മാക്സിമം അതെല്ലാം ഞങ്ങൾ ഭോപ്പാലിൽ നിന്നൊക്കെ സാധിച്ചു. കാര്യം അവിടെ ഒന്നും പോകാതെ ഇൻഫ്ലുവൻസ് കൊണ്ട് അതെല്ലാം അങ്ങ് നടന്നു. ഫിലാഡൽഫിയ വന്നു. അമ്മാമ ഈ ഇവിടെ ഫാമിലിയായിട്ടൊക്കെ ജീവിച്ചു. പിന്നെ കാർ ആദ്യം മേടിക്കുന്നത് ഏത് വർഷമാണ്, അല്ലെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാൽ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ചത് എങ്ങനെയാണ്? ഞാൻ ചോദിച്ചാൽ പിന്നെ ഡ്രൈവിംഗ് അവിടുന്ന് ഇന്റർനാഷണൽ ലൈസൻസ് മാറ്റണ്ട വന്നു. ഡ്രൈവിംഗ് അറിയത്തില്ലായിരുന്നു, പക്ഷേ ലൈസൻസ് പേപ്പർ ഉണ്ട്. ലൈസൻസ് കൊണ്ടുവന്നു. ഇവിടെ വന്നു പിന്നെ പഠിച്ചു. വണ്ടി എടുത്തപ്പോൾ ഓടിക്കാൻ ആകെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ മറ്റുള്ള ഹെൽപ്പോട് കൂടെ എനിക്ക് തോന്നുന്നു വിത്തിൻ ഫ്യൂ മന്ത്സ് വി ഗോട്ട് ദ കാർ. 76 ആദ്യം ഏത് കാറാണ് മേടിച്ചത്? അന്ന് വാങ്ങിച്ച ഫോർഡിന്റെ മെർക്കുറി സെഫർ എന്നും പറഞ്ഞൊരു വണ്ടിയാണ്. അത് ഗ്യാസിന്റെ വില അന്ന് ഇങ്ങനെ പെട്രോളിന്റെ അഫോർഡബിൾ ആയിരുന്നു. 49 സെന്റ് പെർ ഗ്യാസ്. അന്ന് അതൊരു വലിയ ഹെഡേക്ക് ആയിട്ട് തോന്നിയില്ല. ഇല്ല, ലാവിഷായി ഒരു പ്രശ്നവും ഇല്ല ഗ്യാസിനൊന്നും. വളരെ അമേരിക്ക വന്നിട്ട് ലാവിഷ് ആയിട്ട് തോന്നിയ കാര്യം എന്തായിരുന്നു? ഈ ഫുഡൊക്കെ നമുക്ക് വളരെ ലാവിഷായിട്ട് തോന്നി. ഇവിടെ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ആൾക്കാർ ഭോപ്പാലിലൊക്കെ നമ്മൾ വളരെ ഇതായിട്ടല്ലേ, അല്ലെങ്കിൽ സീസണലായിട്ട് പുലാക്കോപ്പിയും മട്ടറൊക്കെ വരുന്ന സമയത്ത് എല്ലാ കാര്യവും ഇവിടെ ഈ ഫ്രീസറും റെഫ്രിജറേറ്ററും ഒക്കെ ഈ രീതിയിൽ തന്നെ അതെല്ലാം ഉണ്ടായിരുന്നു. ഫോണുണ്ട് എല്ലാ വീടുകളിലും. ഫോണുണ്ട്. വരുന്ന ആദ്യത്തെ നമ്മുടെ ഒരു ലക്ഷറി ആയിട്ട് തോന്നുന്ന ഒരു ഫോണാണ്. ഈ ലോക്കലായിട്ട് എല്ലാവരും വിളിക്കും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ ഒത്തിരി സമയം ചെലവഴിക്കാനും. അന്ന് ഫ്രീ ആയിരുന്നു ലോക്കൽ ഫോണൊക്കെ. ലോക്കലൊക്കെ ഫ്രീ ആയിരുന്നു. ഇന്ത്യയിലോട്ട് ട്രങ്ക് ബുക്ക് ചെയ്തൊക്കെ വിളിക്കണം. ഇന്ത്യ വിളിക്കാനൊക്കെ പാടാണ്. STD ഒക്കെ വന്നത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ അച്ഛനെ? STD ഇവിടെ അങ്ങനെ ഇന്ത്യയിലോട്ട് നമുക്ക് അത് പിന്നെ ഇവരൊക്കെ തുടങ്ങിയ എക്സ്ചേഞ്ചുകളൊക്കെ ഇലക്ട്രോണിക് ആയ പിന്നെ അത് കുറെ കഴിഞ്ഞാ വരുന്നത്. അത് ശരി. അമേരിക്കയിൽ ഇപ്പം വന്നിട്ട് 42 വർഷം, 46 വർഷം. 76 വന്നല്ലേ? 75 അമ്മാമ വന്നു. ഞാനന്ന് 9ാം ക്ലാസ്സിലാണ്. 75 അമേരിക്ക വന്ന. ഓക്കെ. അമേരിക്ക വന്നത് ജീവിതം രണ്ടാമത് സെറ്റപ്പ് ആക്കാൻ കഷ്ടപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ? ഭോപ്പാലിൽ സ്റ്റെബിലൈസ് ചെയ്തതിനേക്കാളും ഡബിൾ എഫേർട്ട് വന്നോ? വേണ്ടി വന്നു. ഇവിടുത്തെ ആക്സെന്റ് ആണോ ഏറ്റവും കൂടുതൽ നമ്മളെ ബുദ്ധിമുട്ടിച്ച ഹോസ്പിറ്റൽ ജോലി ചെയ്യുമ്പോഴൊക്കെ? ലാംഗ്വേജ് അങ്ങനെ പ്രോബ്ലം തോന്നി. ഏറ്റവും ബുദ്ധിമുട്ടിച്ച ജോലി ഹാർഡായിട്ട് ഇവർ വർക്ക് ചെയ്യിപ്പിക്കും അല്ലേ? നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത ജോലിയല്ലേ. ജോലി ചെയ്യുമ്പോഴത്തേന് ഹെവി വർക്ക്, അത് മാനുവൽ വർക്കായിട്ട് വർക്ക് ചെയ്യണം. അവിടെ ഇരുന്നുള്ള ജോലി ചെയ്ത് ഇവിടെ വന്ന് ഇവിടെ സ്റ്റാൻഡിങ് ആയി. നിന്നുള്ള ജോലി, നടന്നുള്ള ജോലി. 8 മണിക്കൂറൊന്ന് കഴിഞ്ഞു കിട്ടാനാ. ജോലിക്ക് ലേബറിന് ജോലിക്ക് പോയത് സൂട്ട് ഇട്ടുണ്ടാകും. മനസ്സിലായി. അപ്പൊ അവര് പറഞ്ഞു നീ ഡ്രസ്സും കൊണ്ടുവരാം. അന്നും ജോലിക്ക് പ്രയാസം. ജോലിക്ക് ഇവിടെ അന്നും ബുദ്ധിമുട്ടാണ്. അന്നായിരുന്നു ബുദ്ധിമുട്ട്. ഇപ്പം പിന്നെ അന്ന് പൊതുവെ അമേരിക്ക വന്ന മലയാളികളെ പറ്റി അച്ഛൻ്റെ പൊതുവെ അവർ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയതാണോ അതോ അവർ ഷോ ഓഫിലായിരുന്നോ? അവര് ഞങ്ങൾ വന്ന സമയത്ത് ആരും അങ്ങനെ എസ്റ്റാബ്ലിഷ് ആയവരാരും ഇല്ല. വരുന്ന സമയമാണ്. ആറുള്ളവർ വളരെ ചുരുക്കമാണ്.
എല്ലാവർക്കും ആരെങ്കിലും ഒരു കാറുള്ള ഒരാളുണ്ട്, ആ ആളിനെ ആശ്രയിച്ച് വിളിച്ച് അങ്ങോട്ട് അവരെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. മാർക്കറ്റിലൊക്കെ അവർ കൊണ്ടുപോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഞങ്ങളൊക്കെ സാധാരണ വീടടുത്തതെല്ലാം നമുക്ക് നടന്നു പോകാനും വരാനും ലോക്കൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉള്ള അത് നോക്കിയാൽ വീട് അടുത്തതും. ജോലിക്ക് അന്നേലും പോകത്തക്കോലെ ട്രെയിനല്ല തങ്ങമ്മ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് കടയിലോട്ട് സാധനം കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് വരാം. അങ്ങനെയൊക്കെയാ വണ്ടി വാങ്ങിക്കുന്നിടം വരെയൊക്കെ ഞങ്ങൾ. മനസ്സിലായി. ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എന്തെങ്കിലും അന്നത്തെ കാലത്ത് അനുഭവപ്പെട്ടിരുന്നു? ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. കാര്യം ഞങ്ങൾ ഈ ലോക്കലുമായിട്ടൊന്നും അത്രയൊന്നും ഇൻവോൾവ് ആകേണ്ടി വന്നില്ലല്ലോ. ജോലിക്കൊക്കെ ചെല്ലുന്നിടത്ത് അവരെല്ലാം ഫ്രണ്ട്ലി ആയിരുന്നു. നമുക്ക് ഇവിടുത്തുകാരൊക്കെ ഇന്ത്യക്കാരാണെന്നുള്ള ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ ജോലിക്ക് ആദ്യം കയറിയെടുത്ത ആ സമയത്ത് ആ ഏരിയയിലുണ്ടായിരുന്ന എല്ലാ ഇന്ത്യക്കാരനെയും മലയാളികളെയും ഞാൻ കൊണ്ടുവന്നവരെല്ലാം അവർ ഹയർ ചെയ്തു. കാര്യം അതുപോലുള്ള ഒരു സെറ്റപ്പായിരുന്നു. ഇന്നത്തെ പോലെ അന്ന് നമ്മുടെ നാട്ടിലപ്പം 71-ലെ ഇൻഡോ പാകിസ്ഥാൻ യുദ്ധം നടന്നു, അതിനു മുമ്പ് ഒരു ചൈനാവാദം നടന്നു. അതിൻ്റെ എന്തെങ്കിലും ഇവിടെ ജീവിച്ചിരുന്നപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ഇത് ആൾക്കാരില്ല ഡിസ്കഷനിലോ ടോക്കായിട്ടോ വന്നോ? നിങ്ങൾ എന്തിനാ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്യുന്നോ അങ്ങനെയുള്ള എന്തെങ്കിലും? ഇല്ല. ഇന്നത്തെ പോലുള്ള യാതൊരു ഒന്നും ഈ അന്ന് പേടിക്കാനും ഇല്ല, ക്രൈമില്ല. ഇവരൊക്കെ രാത്രിയിലൊക്കെ തന്നെ സബ്വേ കയറി ഇറങ്ങിയൊക്കെ തന്നെ നമ്മളവിടെ യാത്ര ചെയ്ത പോലെ തന്നെ ഇവിടെ ഫ്രീഡമായിട്ട് ഒരു പേടിയില്ലായിരുന്നു. അന്ന് ഈ മെക്സിക്കൻ ബോർഡർ കടന്നു വരുന്ന ഈ ഒരു ഇൻഫ്ലക്സ് അന്നുണ്ടായിരുന്നു? അന്നൊന്നും കേൾക്കാനേ ഇല്ല. ഇങ്ങനെയുള്ള ബോർഡർ പ്രോബ്ലം കേട്ടിട്ടില്ല. ഇമിഗ്രേഷൻ ഇവിടെ ഒരു ഇഷ്യൂ അല്ലായിരുന്നു. ഇവർക്ക് ആവശ്യമായിരുന്നു. വരുന്നവരെല്ലാം അക്സെപ്റ്റ് ചെയ്ത്. ഇപ്പം 2022 അമേരിക്കയിൽ 42 വർഷത്തിന് ശേഷം ഞാൻ പുറകോട്ട് നോക്കുമ്പം ഒരു റിഗ്രറ്റോ ഹാപ്പി ആയിട്ടോ എന്തെങ്കിലും 2-3 കാര്യങ്ങൾ, അല്ലെങ്കിൽ അമേരിക്കയിൽ ആയിരുന്നുകൊണ്ട് നാട്ടിൽ നിന്ന് കടന്നു വന്ന വ്യക്തികളിൽ ആരെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ടോപ്പിക്ക് പറഞ്ഞാൽ, അമ്മമ്മ ഹൗ സാറ്റിസ്ഫൈഡ് യു ആർ നൗ? ഒരു 1 to 10 സ്കെയിലിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ 1 to 5 സ്കെയിലിൽ പറഞ്ഞാൽ 4 ആണോ 3 ആണോ 2 ആണോ? ഹൗ ദ ലൈഫ് ഹാസ് ചേഞ്ച് ഓർ ബാക്ക് ടു ഇന്ത്യ നമുക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നോ? എന്താണ്? ഇന്ത്യയിലായിരുന്നെങ്കിൽ ഇത്ര ഉണ്ടാക്കാൻ ഒക്കത്തില്ല. സോ ലൈഫ് ഈസ് ലക്ഷറി. ഓക്കെ. കുഞ്ഞുങ്ങളുടെ ഭാവി ഇവിടെ വന്നത് കൊണ്ട് നല്ലതായിട്ട് ഔട്ട്കം നന്നായി. അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടിയത് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട പാർട്ട് നമ്മൾ ഇവിടെ ആയിരുന്നുകൊണ്ട് അത് ഒഴിവാക്കി എന്നുള്ളത് മനസ്സിലായി. അവർക്ക് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടി, അവർക്കൊരു നല്ല ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കി കൊടുക്കാനൊത്തു, പ്രയോജനപ്പെട്ടു. എന്നാൽ ഭോപ്പാലിലൊക്കെ കൂട്ടുകാരെയൊക്കെ അവരുടെ വേറൊരു സെറ്റപ്പ് ഞാൻ കാണുന്നു. അവരുടെ മക്കളൊന്നും ആ ലെവലിലൊന്നും പിന്നീടൊന്നും അവരുടെ മക്കൾ ഞങ്ങൾ അറിയുന്നവരൊക്കെ കുറച്ചുകൂടെ പേരൻസുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് അവരുടെ കൂടെ താമസിച്ച് ഒന്നിച്ചു പോകുന്ന ഒരു സിസ്റ്റമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലിലൂടെ മാറിയത് കൊണ്ടുള്ള ഒരു ഇതേ ഉള്ളൂ, അല്ലാതെ അത് അവരുടെ പാർട്ടിയിൽ നിന്നുണ്ടായ ഒരു എഫർട്ട് അല്ല, അത് ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ്. അതെ, അങ്ങനെയുള്ള ഒരു വ്യത്യാസമേ കാണുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് ഇവിടുത്തെ രീതിയും പോക്കും കാണുന്ന അല്പം പേടിയുണ്ട്. പണ്ടത്തെ പോലെ അല്ലല്ലോ, സെക്യൂർഡ് അല്ല എന്നുള്ളൊരു തോന്നുന്നുണ്ട്. ആ ഇൻസെക്യൂരിറ്റി എല്ലാ സിറ്റിസൺസിനെയും ബാധിക്കുന്നതാണ്. സോ വി ആർ പാർട്ട് ഓഫ് ഇറ്റ്. ഓക്കെ. താങ്ക്സ്. അപ്പോൾ പിന്നെ അമ്മാമ്മ ഞാനിത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടെ ചോദിച്ച് നിർത്തുകയാണ്. ഹൗ യു ആർ ലുക്കിംഗ് ഇപ്പോൾ അമേരിക്കയിൽ ഈ 42 വർഷം ജീവിച്ചു, ഇന്ത്യയിൽ 42 വർഷത്തെ ഒരു വളർച്ച അല്ലെ തളർച്ച എങ്ങനെ കമ്പയർ ചെയ്യുന്നത്? ഹൗ ഇന്ത്യ ഹാസ് ഡെവലപ്ഡ്? ഇന്ത്യയിൽ ഇപ്പം പോയാൽ നമുക്ക് അവിടെ സെക്യൂർ അല്ല. അതിന് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പിന്നെ മെഡിക്കൽ കുഴപ്പം, ഇവിടുത്തെ പോലെയുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് ഇല്ല. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. നമ്മളവിടെ ഒരു ഔട്ട്സൈഡർ ആണല്ലേ, നമുക്കൊരു സപ്പോർട്ട് ഇല്ല. പേരൻസ് എല്ലാം പോയി കഴിഞ്ഞ് നമുക്ക് അവിടെ നമ്മളെ ഒരു 1 വീക്കിലേക്ക് ഓക്കെ, അതർവൈസ് വി ആർ വർത്ത്ലെസ് അല്ലേ? ഓക്കെ. അപ്പോൾ അച്ഛാ ഇത്രയും സമയം നമ്മളോട് ചെലവഴിച്ചു. എനിക്ക് ഒരുപാട് കാര്യം ഇനിയും ചോദിക്കാറുണ്ട്, അച്ഛന് പറയാനുമുണ്ട്. അമ്മയുടെ ഭാഗങ്ങൾ മുഴുവനും കേട്ടില്ല. അടുത്തൊരു അവസരത്തിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച് സണ്ണി. സമയക്കുറവുകൊണ്ടാണ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.